നല്ല പുരാണങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. അതൊക്കെ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു ചോദ്യം, നമുക്ക് 5000 വർഷത്തെ പഴക്കമുള്ള സംസ്കാരം ഉണ്ടെന്നാണ്. ഈ സംസ്കാരത്തിൽ എവിടെങ്കിലും തൊഴിൽ ചെയ്ത മനുഷ്യനെ ആദരിച്ച ഒരു ചരിത്രമുണ്ടോ? മനസ്സിലായില്ല. പണിയെടുത്തവനോട് ആദരവ് കാട്ടിയ ഒരു ചരിത്രമുണ്ടോ? അങ്ങനെയുള്ള ശ്ലോകം വല്ലതും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. അതായത് വീട് നിർമ്മിച്ച, മേസ്തിരിപ്പണി ചെയ്ത, കൊല്ലപ്പണി ചെയ്ത, മത്സ്യം പിടിച്ച് നമുക്ക് ഉപജീവനത്തിന് കൊണ്ടുത്തന്ന, വയലിൽ നെല്ല് വിളയിച്ച, വയൽവരമ്പ് കെട്ടി സൂക്ഷിച്ച, പാടത്ത് പണിയെടുത്ത, കരിങ്കല്ല് നുറുക്കി വഴിയൊരുക്കിയ, നാഗരികതകൾ കെട്ടിപ്പൊക്കിയ ആ മനുഷ്യരെ ബഹുമാനിച്ച ഒരു ഋഷിയില്ല, ഒരു ഗുരുവില്ല, ഒരു ശ്ലോകവും ഇല്ല, ഒരു പുരോടൊക്കെ കേൾക്കാം. അപ്പം പിന്നെ പരാതിയില്ല. ഞങ്ങൾക്ക് കേൾക്കാമെങ്കിൽ പിന്നെ ഞാനും സന്തോഷവാനാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലെ ചില പരിസ്ഥിതിയുടെ ചില പ്രയാസങ്ങൾ ഈ രീതിയിൽ ഉള്ളതുകൊണ്ട് വളരെ ലളിതമായൊരു സന്ദേശം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 23-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യ 2 വചനങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. സങ്കീർത്തനം 23 ആദ്യത്തെ 2 വചനങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അതെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ നടത്തുന്നു. സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല പാട്ടുകൾ എന്നാണ്. ഈ സങ്കീർത്തനങ്ങൾ ബൈബിളിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഭാഗമാണ്. 150 പുസ്തകങ്ങളാണ്, സങ്കീർത്തനങ്ങളാണ് നമുക്ക് ഈ ഗ്രന്ഥത്തിലുള്ളത്. ലോകത്ത് മനുഷ്യർ ഏറ്റവും അധികം വായിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിൽ മനുഷ്യർ ഏറ്റവും അധികം വായിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ ഇത്രയും ജനപ്രിയമാകാനുള്ള കാരണം അതിനുള്ളിലെ അനുഭവ സമ്പന്നതയാണ്. സങ്കീർത്തനങ്ങൾക്ക് ഏതാണ്ടൊരു 3500 വർഷങ്ങളുടെയൊക്കെ പഴക്കമുണ്ട്. 3000 വർഷത്തിൻ്റെ കുറഞ്ഞ അത്രയും പഴക്കമുണ്ട്. ദാവീദ്, ആസാഫ്, ശലോമോൻ, മോശെ, കോരഹിൻ്റെ പുത്രന്മാർ, എസ്രാഹ്യനായ ഏഥാൻ, ഇങ്ങനെയുള്ള അനുഗ്രഹീതരായ എഴുത്തുകാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരുടെ കാലഘട്ടം വെച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു 3000 കൊല്ലം. ഇത്രയും കാലപ്പഴക്കമുണ്ടെങ്കിലും അത് ഇന്നുള്ള നമ്മുടെ അനുഭവങ്ങളോട് ഏറെ യോജിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ മനുഷ്യനും അത് ആപ്ലിക്കബിളാണ്, സ്വീകാര്യമാണ്. ബൈബിളിൻ്റെ സവിശേഷത തന്നെ അതാണ്. കാരണം ഏത് കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യരോടും അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര കാലപ്പഴക്കം കഴിഞ്ഞാലും അതിനുള്ള നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടാനുള്ള അതിൻ്റെ കഴിവ് അസാധാരണമാണ്. കാരണം അന്നത്തെ മനുഷ്യൻ്റെ അതേ അനുഭവവും അതോടൊപ്പം നിൽക്കുന്നതുമായ അനുഭവങ്ങളാണ് ഇന്നത്തെ മനുഷ്യനും. അതിൻ്റെ തലം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അനുഭവങ്ങളെല്ലാം സെയിമാണ്. അങ്ങനെയുള്ള മനോഹരമായ സങ്കീർത്തന ഗ്രന്ഥത്തിൽ നമ്മൾ ഏറെ പാടി ആസ്വദിക്കുന്ന ഒന്നാണ് 23-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സൃഷ്ടിയാണ്. ഇത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ഗാഢബന്ധത്തെ ആടും ഇടയനും എന്ന നിലയിൽ ഉപമിച്ച് സംസാരിക്കുകയാണ്. ആട്, ഇടയൻ, ഈ 2 ഉപമകൾ അഥവാ രൂപകങ്ങൾ
പുതിയ നിയമത്തിലും പലയിടത്ത് കാണാം. 21 സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയൻ എന്ന് ദാവീദ് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നല്ല ഇടയൻ. ഞാൻ ഈ ഇടയനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെപ്പറ്റിയും പലയിടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായി ചിലർ കേൾക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഇടയനെപ്പറ്റി ഒരു വാക്ക് പറയാം. മക്കളെ, ഒന്നാമത് സൗണ്ടില്ല, ആ കൂടെ നിങ്ങളുടെ പരിപാടി പറ്റിയല്ല. ഇതാരാ ഒന്ന് നോക്കി. ഇവിടെ ഏകാഗ്രത കളയുന്ന ഒരു പരിപാടി ഇനിയും പാടില്ല. ഇടയ്ക്ക് വെള്ളമൊന്നും ആയിട്ട് ഇങ്ങോട്ട് വരരുത്. ഇത് തീരുന്നാണ് ഇനിയും കണക്ക്. അനങ്ങായിരുന്നോണോ കേട്ടോ. നടുക്കിരിക്കുന്നവനെ കണ്ടുപിടിക്ക്. ആ രണ്ടാതിരിക്കുന്ന മഞ്ഞ എക്സ്ട്രാ ഡീസൻ്റ് അവൻ. നിങ്ങളാരും അവനെ കൂടെ മോശമാക്കല്ല, അതേ ഉള്ളൂ പറയാൻ. ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ഇടയൻ, ആട്, ഈ കോൺസെപ്റ്റുകൾ എങ്ങനെ പ്രവർത്തനക്ഷമമായിരുന്നു ബൈബിളിൽ നിന്ന് പറയാൻ നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തല പഠനം ആവശ്യമാണ്. ലളിതമായ ഉപമകളാണ് ബൈബിൾ അധികവും കൈകാര്യം ചെയ്യുന്നത്. ജീവിതഗന്ധിയായ ഉപമകളാണത്. കാരണം അതിൽ പറയുന്നത് നമ്മളാണെന്ന് തോന്നത്തക്ക വിധം അത് ലളിതമാണ്. ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന സംഭവങ്ങളും സ്ഥലങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തോന്നിപ്പോകും. നമ്മുടെ വേദനകളാണത് എന്ന് തോന്നിപ്പോകും. നമ്മുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും അതിലുണ്ട് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് എല്ലാ സങ്കീർത്തനങ്ങളിലും നമ്മളുണ്ട് എന്നുള്ള സത്യം. നമ്മൾ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ഒരു ഭാരവും എന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആവശ്യമില്ല. ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം അവിടുത്തെ സാന്നിധ്യവുമായി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ വേണം ഇനി നിങ്ങൾ വചനം കേൾക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ജൂതന്മാരുടെ ഒരു പൊതു സംസ്കാരം തൊഴിൽ ഏറ്റവും വിലയേറിയതും മാന്യവുമായി അവർ കരുതുന്നു. തൊഴിൽ ഏതായിരുന്നാലും ആ തൊഴിലിനെ അവർ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പേരിനൊപ്പം തൊഴിൽ കൂടി ചേർത്താണ് ആളുകൾ അവിടെ അറിയപ്പെടുക. മീൻപിടുത്തക്കാരനായ പത്രോസ്, തോൽക്കൊല്ലനായ ശിമോൻ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ, ചുങ്കം പിരിക്കുന്ന മത്തായി. അതുപോലെ കാണാം കൂടാരപ്പണി ചെയ്തു പോകുന്ന ശൗൽ. ഈ ജോലി ആ പേരിനോട് ചേർത്തവർ പറയും. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിട്ടാകണം നമ്മൾ സായിപ്പെന്ന് പറയുന്ന പാശ്ചാത്യരും ഏതാണ്ട് ഇതുപോലെയാണ്. ഇന്നും അങ്ങനെയാണ്. പേര്, തൊഴിൽ ചേർത്ത് പറയുകയും പിന്നെ കുടുംബപ്പേരായിട്ട് ആ പേര് വരികയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ദീർഘവർഷങ്ങൾ സുവിശേഷം അറിയിച്ച ഒരു പാശ്ചാത്യനായ ദൈവാസിൻ്റെ പേര് കുക്ക് എന്നായിരുന്നു. റോബർട്ട് ഫെലിക്സ് കുക്ക്, കുക്ക് സായിപ്പ് എന്ന് പറയുന്ന. തൊഴിലെന്താണ്? അദ്ദേഹം ആ ജോലി ചെയ്ത് കാണൂല. കുടുംബമായിട്ട് അവർ ചെയ്ത ജോലി കുക്കിൻ്റെയാണ്, ഷെഫിൻ്റെയാണ്. അതേപോലെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പൈലറ്റ് എന്ന് സായിപ്പ് പേരിടും, എൻജിനീയർ എന്ന് പേരിടും, സ്മിത്ത് എന്ന് പേരിടും, ബ്ലാക്ക് സ്മിത്ത് കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ്, ഗോൾഡ് സ്മിത്ത് സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ പേരിൻ്റെ ഒപ്പം ചേർത്ത് പറയും. നമുക്ക് നേരെ വ്യത്യാസമാണ്. നമുക്ക് പണിയില്ല എന്ന് പറഞ്ഞാൽ അത് മാന്യത കൂട്ടും. ഒരു പണിയില്ല, ഒരു പണിയില്ലാത്തവന് ഭയങ്കര ബഹുമാനമാണ് സമൂഹത്തിൽ, അല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ മഹത്തരമായൊരു രാജ്യമാണ്, സംശയമൊന്നും ആ കാര്യത്തിലില്ല. പൗരാണിക ഇന്ത്യയിൽ നളന്ദയുണ്ട്, തക്ഷശിലയുണ്ട്, വാരണാസി ഉണ്ട്, ഓദന്തപുരി ഉണ്ട്, നിരവധി പഠന കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ മൈൻ ചെയ്ത് വിദേശികൾ കടത്തിയിട്ടുണ്ട്. നമ്മുടെ സുഗന്ധ വസ്തുക്കൾ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്.
ആക്കോട് അത്രയും സമ്പന്നമായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ. ഇപ്പോഴും ഇന്ത്യ സമ്പന്നമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രശ്നമുള്ളത്, ഇന്ത്യ സാമ്പത്തികമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വരുമ്പോൾ എൻ്റെ കയ്യിലെ പണവും രാജപാക്സ കയ്യിലെ പണവും അംബാനിയുടെ പണവും അദാനിയുടെ പണവും എല്ലാം ഒരുമിച്ച് ചേർത്താണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ സമ്പന്നരായിട്ടുള്ളത്. അങ്ങനെ കൂടെ ഉണ്ട് ഒരു വ്യത്യാസം. അപ്പോൾ ഇന്ന് സമ്പന്നമാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യം സമ്പന്നമായിരിക്കുമ്പോൾ തന്നെ ചിന്താർഹമായൊരു കാര്യം, നല്ല പുരാണങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. അതൊക്കെ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു ചോദ്യം, നമുക്ക് 5000 വർഷത്തെ പഴക്കമുള്ള സംസ്കാരം ഉണ്ടെന്നാണ്. ഈ സംസ്കാരത്തിൽ എവിടെങ്കിലും തൊഴിൽ ചെയ്ത മനുഷ്യനെ ആദരിച്ച ഒരു ചരിത്രമുണ്ടോ? മനസ്സിലായില്ല. പണിയെടുത്തവനോട് ആദരവ് കാട്ടിയ ഒരു ചരിത്രമുണ്ടോ? അങ്ങനെ ഒരു ശ്ലോകം വല്ലതും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. അതായത് വീട് നിർമ്മിച്ച, മേസ്തിരിപ്പണി ചെയ്ത, കൊല്ലപ്പണി ചെയ്ത, മത്സ്യം പിടിച്ച് നമുക്ക് ഉപജീവനത്തിന് കൊണ്ടുത്തന്ന, വയലിൽ നെല്ല് വിളയിച്ച, വയൽവരമ്പ് കെട്ടി സൂക്ഷിച്ച, പാടത്ത് പണിയെടുത്ത, കരിങ്കല്ല് നുറുക്കി വഴിയൊരുക്കിയ, നാഗരികതകൾ കെട്ടിപ്പൊക്കിയ ആ മനുഷ്യനെ ബഹുമാനിച്ച ഒരു ഋഷിയില്ല, ഒരു ഗുരുവില്ല, ഒരു ശ്ലോകവുമില്ല, ഒരു പുരാണവും. അത് പോട്ടെ, അവനെ അപമാനിച്ചിട്ടുണ്ട്, ആവശ്യത്തിലധികം അവഹേളിച്ചിട്ടുണ്ട്. അതും പോട്ടെ, അവൻ്റെ അന്നം മുടക്കിയിട്ടുണ്ട്, വഴി നടക്കാനുള്ള അവൻ്റെ അവകാശം മുടക്കിയിട്ടുണ്ട്, നനയാതെ കിടക്കാനുള്ള അവൻ്റെ അവകാശം മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് ചിലരിന്ന് നമ്മളോട് പറയുകയാണ് പഴയ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് മതിപ്പ് വേണമെന്ന്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇന്നത്തെ ഇന്ത്യയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഞാൻ പൗരനാണ്, പഴയ ഇന്ത്യയിൽ ഞാൻ പ്രജയാണ്. പൗരൻ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പറ്റിയത്. പ്രജയാണെങ്കിൽ എനിക്ക് അധികാരികളെ കണ്ടാൽ ഇങ്ങനെ നീക്കണം. അതാ കാര്യം. ക്ഷമിക്കണം. കഴിഞ്ഞൊരു ചില ദിവസങ്ങൾ ഒരു 3 പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സഹായിക്കണം. നമ്മൾ പൗരനായതുകൊണ്ടാണ് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു സഭയുടെ ശുശ്രൂഷനൊക്കെ ആയതുകൊണ്ട് ഇലക്ഷൻ വരുന്നു, സഹായിക്കണം. സാമ്പത്തികമല്ല, അവരെ ഒന്ന് പിന്തുണയ്ക്കണം. വേറൊരാൾ പറഞ്ഞ് പിന്തുണയ്ക്കരുത്, ഇങ്ങനെ ലൈവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. എന്നതിന് പറഞ്ഞേ, ഇന്ന് നമ്മൾ പൗരനായി. പണ്ട് നമ്മളാരാ? പ്രജ. പ്രജ രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, പൗരൻ്റെ മുമ്പിൽ ഭരണാധികാരി ഇങ്ങനെ നിൽക്കണം. നമുക്ക് അധികാരവും വിലയും നിലയും ഉണ്ടാക്കിയത് ഭരണഘടനയാണ്, അല്ലേ? അതാ ശരി. അപ്പോൾ ഭരണഘടന വന്ന ശേഷം, വോട്ടിംഗ് പവർ വന്ന ശേഷം നമുക്കെല്ലാ അധികാരവും ഉണ്ടായി, നമുക്ക് മനുഷ്യാവകാശങ്ങളുണ്ടായി. അപ്പോൾ ആ ഇന്ത്യയാണോ നല്ലത്, ഈ 600-700ഓളം നാട്ടുരാജാക്കന്മാർ ഭരിച്ച പഴയ ഇന്ത്യയാണോ നല്ലത്? അല്ല, പഴയ ഇന്ത്യ മതിയെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയും, ഇതാണ് നല്ലതെന്ന് ചെയ്യുന്നവർ അങ്ങനെയും കഴിയട്ടെ, ഇല്ലേ? പിന്നെ എത്ര ശ്രമിച്ചാലും ആ പഴയ ഇന്ത്യ തിരിച്ചൊന്നും വരത്തില്ല. എന്നുവെച്ചാൽ വസ്ത്രത്തിന് പകരം കൂമ്പുപാള ധരിച്ച മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ആ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നെങ്കിൽ അതുമെല്ലാം വിലപ്പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് പറയണ ആളുകൾ, അതും വിടട്ടെ. ബാക്കി പറഞ്ഞാൽ ഈ ഇന്ത്യയിലെവിടെയും തൊഴിലെടുത്തവനെ ബഹുമാനിച്ച ചരിത്രമില്ല. ഈ കുപ്പിയിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയിലെ വെള്ളം എടുത്ത് ഞാനിങ്ങനെ കുടിക്കുമ്പോൾ, അല്ല നിങ്ങൾ കുടിക്കുമ്പോൾ, കുപ്പിയിലെ വെള്ളം കുടിക്കുന്ന നിങ്ങളെ ആ കുപ്പിവെള്ളം തന്നവൻ സാറേ എന്നാണ് വിളിക്കുക. ഇത് കഴിഞ്ഞ് ഈ കുപ്പി വലിച്ചെറിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകും. ഈ കുപ്പി പെറുക്കി ശുദ്ധിയാക്കി ആ സ്ഥലം വെടിപ്പാക്കാൻ വേണ്ടി ഹരിതകർമ്മസേനയുടെ ആളുകൾ വരും. അവരെ കാണുന്നത് ചിലർക്ക് എന്തോ കുറഞ്ഞ ആളുകളായിട്ടാണ്. അപ്പോൾ മാലിന്യം ഉണ്ടാക്കിയവൻ സാറും
വൃത്തിയാക്കിയവൻ മോശവും. ഇതായിരുന്നു പണ്ടത്തെ ഇന്ത്യ. അവിടുന്ന് അധികമൊന്നും നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. മലിനപ്പെടുത്തി അശുദ്ധിയാക്കുന്നവൻ മാന്യനാണ്, ശുദ്ധിയാക്കുന്നവൻ എപ്പോഴും മോശപ്പെട്ടവനാണ്. നിലനിന്ന ഘട്ടത്തിൽ ഇസ്രായേൽ തൊഴിലെടുക്കുന്നവനെ ബഹുമാനിച്ചു. യേശുവിൻ്റെ കാലമാകുമ്പോഴേക്കും ഈ തൊഴിൽ സങ്കല്പങ്ങളിൽ 3 തൊഴിലുകൾ വെറുക്കപ്പെട്ടു. 3 തൊഴിൽ. അത് ചെയ്യാൻ ആളില്ലാതെയായി. അത് ചെയ്യുന്നവൻ ഒറ്റപ്പെട്ടു. അത് ചെയ്യുന്നവനോട് ആദരവില്ലാതായി. അതിലൊരു തൊഴിൽ ഇടയൻ്റെ തൊഴിലാണ്. അതിൽ രണ്ടാമത്തെ തൊഴിൽ നികുതി പിരിക്കുന്ന ആളിൻ്റെ തൊഴിലാണ്. മൂന്നാമത്തെ തൊഴിൽ ഒരു സ്ത്രീ ദുർമാർഗിയായി സമ്പാദിക്കുന്ന വരുമാനം അത് ശേഖരിക്കുന്ന സ്ത്രീയുടെ തൊഴിലാണ്. ഒടുവിൽ പറഞ്ഞ് നമുക്ക് വിട്ടേക്കാം. ആദ്യം പറഞ്ഞത് ഇടയൻ്റെയാണ്. അത് നമ്മുടെ പ്രധാന വിഷയമായതുകൊണ്ട് രണ്ടാമത് പറയാം. നികുതി പിരിക്കുന്നവൻ്റെ തൊഴിൽ മോശമായി കാണാൻ കാരണം യാതൊരു തത്വദീക്ഷയില്ലാത്ത തെറ്റായ നികുതി പിരിവ് സമ്പ്രദായമാണ് അന്ന് നടന്നത്. എന്നുവെച്ചാൽ യേശുവിൻ്റെ കാലത്ത് ഈ ജൂഡിയ ഭരിക്കുന്ന, യഹൂദിയ ഭരിക്കുന്ന, പാലസ്തീൻ ഭരിക്കുന്നത് റോമക്കാരാണ്. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കഴിഞ്ഞ പോലെ അവിടെ ഗവർണറുണ്ട്, നാട്ടുരാജാവുണ്ട്, ചക്രവർത്തിയുണ്ട്. ഇങ്ങനെ 3 തരം അധികാര തസ്തികകളുണ്ട്. ഒരേ സമയത്ത് ഗവർണർ, അതേ സമയത്ത് നാട്ടുരാജാവ്, ഇനിയൊരാൾ, ഇവരെ എല്ലാം നയിക്കുന്ന ചക്രവർത്തി. ഈ 3 നികുതി അടക്കണം. ആ നികുതി പിരിക്കുന്ന രീതി വളരെ ക്രൂരമായിരുന്നു. പക്ഷികൾ മുട്ടയിടുന്നതിന് വളർത്തുപക്ഷികളുടെ മുട്ടയ്ക്ക് നികുതി കൊടുക്കണം. വല വീശി മത്സ്യം പിടിച്ചാൽ നികുതി കൊടുക്കണം. വയലിലെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൊടുക്കണം. എന്തിന്? പിറന്നു വീണ കുഞ്ഞും പിറന്നു വീണുവെന്ന കാരണത്താൽ മാതാപിതാക്കൾ നികുതി കൊടുക്കണം. യേശു നികുതി കൊടുത്തോണ്ടില്ലേ? പത്രോസ് നികുതി കൊടുത്തോണ്ടില്ലേ? 2 ആൾക്കും വേണ്ടി ചതുർദ്രഹ്മ പണം കൊടുക്കുന്നുണ്ടല്ലേ? ശരീരത്തിന് നികുതി അതുണ്ടായിരുന്നു അവിടെ. 100 കൊല്ലം മുമ്പ് കേരളത്തിലും ഉണ്ടായിരുന്നു ശരീരത്തിന് നികുതി. മീശ വെക്കുന്നതിന് കരം കൊടുക്കണമായിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ പാസ്റ്റർമാരൊക്കെ ഇത് കളഞ്ഞെന്ന് തോന്നുന്നു. മീശക്കരം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ ചിലതരം കരങ്ങൾ വൃത്തിഹീനമായിരുന്നു. അംഗം, ചുങ്കം, ഏഴ, കോഴ, നായട്ട്, കാട്ടുഭോഗം, തപ്പ്, കരങ്ങളുടെ പേര് കേട്ടോ. 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിക്കുന്നത്. ലോകത്ത് അമ്മ മാറുമറയ്ക്കുന്നതിന് കര കൊടുക്കേണ്ടി വന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഒറ്റ സ്ഥലം. മാറുമറയ്ക്കാൻ സ്ത്രീകൾ സമരം ചെയ്ത ഒരേ ഒരു സ്ഥലം ലോകത്ത് കേരളമാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇത് കൂടാതെ ഇങ്ങനെ നികുതി പിരിച്ച് എടുക്കുന്ന ആ വ്യവസ്ഥ ഇസ്രായേലിൽ നിലനിൽക്കുമ്പോൾ ഒരു ഭാഗം ഗവർണർക്ക് പോവും, ഒരു ഭാഗം രാജാവിന് പോവും, ഒരു ഭാഗം അങ്ങ് ചക്രവർത്തിക്കും പോവും. ഈ കരം പിരിക്കുന്നവർ ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി തുക ഇട്ടിട്ട് നല്ലൊരു ഭാഗം വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണ്. ചെയ്യാത്ത പണിക്കൊക്കെ പണം വസൂലാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ പ്രളയം വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ എഴുതുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇത്ര കൊടുത്തു, അന്ന് പണിയെടുത്തവർക്ക് ഇത്ര കൊടുത്തു, എത്ര നോക്കിയിട്ട് ഈ ചിലവ് അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. അതുപോലെ ചിലവ് ചെയ്തു, കണക്ക് അങ്ങോട്ട് ഒപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ ഈ കണക്ക് സഭയിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് പ്രഷറുണ്ട്, എന്നോട് അധികം ചോദിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലേ? അത് നേരാമണ്ണം ചെയ്യാതെ അതിന് പറയും. അല്ലെ പുള്ളിക്കാർ പറയും ആചാര്യ സുഖമില്ലാത്ത ആദ്യം ചോദിച്ച് വിഷമിപ്പിക്കരുതെന്ന്. കാരണം എന്താ? നേരെ ചോദിച്ച് കണക്ക് കൂട്ടി വെക്കുകയില്ല. കുറേ അവിടെയും കുറിച്ച് കുറേ ഇവിടെയും കുറിച്ച് റെക്കോർഡ് കറക്റ്റല്ലാതെ വരുമ്പോൾ അവസാനം പറയുന്നത് എന്താ? ആചാര്യ വിഷമിപ്പിക്കരുത്. ഇങ്ങനെയാണ്. ഇതേപോലെ ഇങ്ങനെ കുറിച്ച് വല്ലാത്ത സങ്കീർണമായ കടം. അപ്പോൾ യാത്രാബത്ത, ദിനബത്ത ഇങ്ങനെ എഴുതി എത്ര എഴുതിയിട്ടും തീരാതെ വന്നപ്പോൾ ബാക്കി തുകയെല്ലാം പുള്ളി കുറിച്ചിട്ട് യാത്രാബത്ത എഴുതി, ദിനബത്ത എഴുതി, അവസാനം എഴുതി ബത്തയ്ക്കുള്ള കിത്ത, ഈ ബാക്കി തുക.
ഇതേ പണിയായിരുന്നു നമ്മുടെ നികുതി പിരിവുകാരും ചെയ്യുന്നത്. അതിൽ ക്രൂരമായിരുന്നു. ജൂതന്മാരുടെ രീതി അനുസരിച്ച് ഒരാൾ മരിച്ചാൽ ശരീരത്തിൻ്റെ ആ സ്റ്റിഫ്നെസ് മാറും മുമ്പ് അടക്കണമെന്നാണ്. അല്ലാതെ അടിമാലിന്ന് ചാച്ചൻ പുറപ്പെട്ടിട്ടേ ഉള്ളൂ, അതുവരെ നമുക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കാം, ഈ പരിപാടിയൊന്നുമില്ല. അന്നേരം അടക്കുക. അതാണ് അനന്യാസ് മരിച്ചു, സവീറ വരാൻ പോലും നോക്കിയിരുന്നില്ല, അന്നേരം അടക്കി. അങ്ങനെയാ, അതാണ് അവിടെ രീതി. പെട്ടെന്ന് നടക്കും. അപ്പോൾ പക്ഷെ പ്രശ്നം, മരിച്ചു എന്നറിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് നീതി പിരിവുകാരാ. മകനെ വിളിക്കും, പപ്പ മരിച്ചല്ലേ, നമ്മൾക്കും ദുഃഖം അറിയിക്കാൻ വന്നതാണല്ല, പപ്പ നികുതി അടയ്ക്കാനുണ്ടല്ലോ, എങ്ങനെയാ കാര്യം, എത്ര ഉണ്ട്, ഇതെല്ലാം എടുത്ത് കാണിക്കും. വൻ തുക അടക്കുന്നത്. അത് അടച്ചിട്ട് അടയ്ക്കാൻ മതി. ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്നാ പ്രശ്നമാണ്. ഒടുക്കം പറഞ്ഞ് അവസാനം പറഞ്ഞ കാര്യം ചെയ്യുക, ഉള്ള അടയ്ക്കും, ബാക്കി നീ അടയ്ക്കണം, നിൻ്റെ പേരിൽ സമ്മതിച്ചു. അങ്ങനെ ഇയാളുടെ പേരിലേക്ക് ഇതാക്കും. ഇവർ പോയി. തൊട്ടടുത്ത ദിവസം നിങ്ങൾ മരിച്ച വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ തെരുവിൽ നിന്നാൽ ഇയാൾ പിടിക്കും. മത്തായി എന്ന ചുങ്കം പിരിവുകാരൻ ദാ നിൽക്കുന്നതോർത്ത് കണ്ണ് വെട്ടിച്ച് അപ്പുറത്ത് ചടിയാ സക്കായി അവിടെ നിൽപ്പുണ്ട്, അയാൾ പിടിക്കും. അതുകൊണ്ട് ഈ മനുഷ്യരെ ആൾക്കാർ വെറുത്തു. അങ്ങനെയാ. ചിലതും തൊഴിലിൻ്റെ പ്രത്യേകത ഇതാണ്. ചിലതും തൊഴിൽ മനുഷ്യൻ വെറുക്കുന്നുണ്ടാ, തൊഴിലിൻ്റെ കുഴപ്പമല്ല, അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാത്തതുണ്ട് ആളുകൾ വെറുക്കും. അങ്ങനെയാ. ഞാനിതുപോലൊരു പ്രസംഗ സ്ഥലത്ത് ഒരു 2 ആഴ്ച മുമ്പ് ചെല്ലുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭയങ്കര വിമർശനവും പരിപാടിയൊക്കെയാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഒരു 2 വണ്ടി പോലീസ്. ആര് വന്നവിടെ കിടക്കാം. പിന്നെ അവിടെ ആയതുകൊണ്ട് അത് 2 വണ്ടിയെ തീർന്നു. ഞാൻ കണ്ണൂരൊക്കെ ചെന്നാൽ ഒരു 3-4 വണ്ടി പോലീസുണ്ട്. എനിക്കത് വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പോലീസുമായിട്ട് എന്നാലും അവർ വചനം കേൾക്കാൻ പറ്റേ അല്ലേ. അപ്പോൾ അവരവിടെ നിൽക്കുന്നു. നമുക്കൊരു സമയമുണ്ട്, ആ സമയത്താണ് ഞാൻ നിർത്തിയേ. അപ്പോൾ ഇത് കഴിഞ്ഞവർ വിളിച്ചു, നല്ല മനുഷ്യൻ, നല്ല രീതിയിൽ സംസാരിച്ചേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബൈബിളെ മാത്രം കാര്യം പറഞ്ഞ പോരെ, ഇപ്പോൾ ഈ പറഞ്ഞുള്ള ചരിത്രവും അവിടെ കുറേ കൂടെ ചരിത്രവും കേരള ചരിത്രവും ഇന്ത്യ ചരിത്രമൊക്കെ വെച്ചാൽ പറഞ്ഞു, അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അത് പറയേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് തൽക്കാലം ഞാൻ പറയുന്ന കൊണ്ട് കേൾക്ക്. ഞാൻ പറഞ്ഞു പറയും, കേട്ടു. നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു, സൗമ്യതയോടെ താഴ്മയോടെ ഈ രീതിയിലൊന്നും അല്ലാതെ പ്രസംഗിക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിറഞ്ഞു പോയി അദ്ദേഹം പറഞ്ഞു കേട്ട്. അത്രയും സൗമ്യനായൊരു പോലീസുകാരനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, നന്ദി, ഞാൻ 10-30 വർഷമായി തുടങ്ങിയിട്ട് ഞാൻ ഇന്നാ ഇങ്ങനെ ഇത്രയും എന്നെ കാര്യം പഠിപ്പിച്ച ഒരാളെ കണ്ടേ. ഇനി ഞാൻ അങ്ങ് ഭരണഘടന പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് പോയാൽ മതി, പോകാൻ പറട്ടെ. അങ്ങനെ പോകാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ സുവിശേഷം പഠിപ്പിച്ചു, ഞാൻ അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുക, കേട്ടിട്ട് പോവുള്ളൂ. ഭരണഘടന എന്താ, ആർട്ടിക്കിൾ 19 എന്താ, ആർട്ടിക്കിൾ 21 എന്താ, ആർട്ടിക്കിൾ 24 എന്താ, ആർട്ടിക്കിൾ 14 എന്താ, അത് കേൾക്ക്, മൊത്തം കേട്ടിട്ട് പോകണം. അവിടെ നിർത്തി കേൾപ്പിച്ചു, മൊത്തം കേൾപ്പിച്ചു. എന്തിനാ പറഞ്ഞേ, ഞാൻ ഉദ്ധരിക്കുന്ന കാര്യങ്ങളൊക്കെ ഔദ്യോഗികമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, കള്ളം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ 153A എന്നൊരു കേസ് എൻ്റെ പേര് ചാർജ് ചെയ്ത് അതെടുത്തോളാൻ പറഞ്ഞുണ്ടെങ്കിൽ പിണങ്ങി പറഞ്ഞല്ല, കാര്യം പറഞ്ഞാണ്. അമ്പത് കാര്യം പറയാൻ നമുക്കെങ്ങനെ പറ്റിയേ, അത് നമ്മുടെ റൈറ്റ്. എന്നിട്ട് അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒത്തിരി സേവനം ചെയ്യുന്ന മനുഷ്യരാണ്, നിങ്ങൾക്കൊരു അനർത്ഥം നേരിട്ടാൽ ഒരു കമൻ്റ് കൊണ്ട് പോലും ആരും സഹായിക്കാത്ത എന്താ സാറ് പഠിച്ചിട്ടുണ്ടോ? ആ മാളിൽ കയറി അടിച്ചു പിള്ളേർ, അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് മുഴുവൻ ഇവർക്കെതിരെ. എന്താ കാര്യം? ജോലിയുടെ കുഴപ്പമില്ലെന്ന്, അതിൻ്റെ മാന്യത നിങ്ങളാ കളഞ്ഞ്. ചീത്തയും വിളിച്ചു, പാവപ്പെട്ടവൻ്റെ തലയും തല്ലിപ്പൊളിച്ചു, നെഞ്ചു അടിച്ചു പൊളിച്ച് ഇത്തരം ജോലി ചെയ്താൽ ആരും മൈൻഡ് ചെയ്യല. ഇത് ജനാധിപത്യ രാജ്യമാണ്. റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പണി കിട്ടും, ഏത് സാറാണെന്ന് നോക്കിയില്ല, അതാ കാര്യം. വിശേഷിച്ച് ഇത്തരം മേഖലകളിലൊക്കെ നിന്നാൽ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ യാതൊരു വില ഉണ്ടാവില്ല. പഴയ അതൊക്കെ ആണെന്ന് നമുക്ക് തോന്നും, ഒരു മൈൻഡും ചെയ്യലാരും, അത്രേ ഉള്ളൂ. പ്രായ കാലത്ത് ജീവിച്ചിരിക്കാൻ മര്യാദയ്ക്കിരുന്ന നല്ല രീതിയിലൊക്കെ മനുഷ്യൻ ഇടപെട്ടാൽ തിരിച്ചു അത് കിട്ടും. ഗീവ് റെവറൻസ് ആൻഡ് ടേക്ക് റെവറൻസ്, അതങ്ങനെയാണ്.
ബഹുമാനം അങ്ങോട്ട് കൊടുക്കണം, എന്നിട്ട് അത് മേടിക്കാവുള്ളൂ അല്ലേ. ഉദാഹരണം, നമ്മളിലേ ഇങ്ങനെ പോവാ, ഹൈപാസ പിടിച്ചു, ഹെൽമെറ്റ് ഇല്ലെന്ന് പറഞ്ഞ്. ആ പിടിക്കുന്ന പോലീസിനെ കണ്ടോ, അയാൾക്ക് ഗ്യാപ്പുമില്ല. ഇത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഈ ക്യാപ്പ്, നമ്മൾ കൊടുത്ത കാശാ. ഫുൾ യൂണിഫോം വേണമെന്ന് അവിടെ നിൽക്കണ്ടേ, അങ്ങനെ പിടിക്കണ്ടേ. നിങ്ങൾ ഇനിയും പോകുമ്പോൾ മൊബൈലിൽ പിടിച്ചോണം ഇങ്ങനെയൊക്കെയുള്ള സാധനം. അവർ വെച്ചിട്ട് നന്നാകട്ടെ, എല്ലാവരും നന്നാണോ അതിനാ. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചേ പോകാനുള്ളൂ, അത് വേറെ കേട്ടോ. പിണങ്ങരുത് ഇത്രയൊക്കെ പറഞ്ഞതിന്. ചിലർ ഈ തൊഴിലിൻ്റെ മഹത്വം അങ്ങനെ നശിപ്പിക്കും. ഇതുപോലെ തൊഴിലിൻ്റെ മഹത്വം നശിപ്പിച്ച കക്ഷികളായിരുന്നു നമ്മുടെ ചുങ്കക്കാരായിരുന്നു. നമ്മുടെ പ്രസക്ത വിഷയം ആട്ടിടയന്മാരാണ്. അവർ എന്തിനാ ഇവരോട് ഈ വെറുത്തെ കട്ടിപ്പണിയല്ലേ. ആടെ ഇടയനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ സങ്കല്പമല്ല യഥാർത്ഥത്തിൽ. രാജഭാഷ ഉദ്ദേശിക്കുന്നതോ മനോജഭാഷ ഉദ്ദേശിക്കുന്നതോ അല്ല ആട്. അവിടെ ആടൊക്കെ ഉണ്ട്, ആടല്ല ഉള്ളത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് എക്സ്റേ പോലൊരു സാധനം, അതിൻ്റെ പേരാണ് ആട്. മിക്ക വീട്ടിലുണ്ട് ഒരു സഞ്ചരിക്കുന്ന എക്സ്റേ പോലൊരു രൂപം, അതിൻ്റെ പേരാണ് ആട്. അതിന് തീറ്റയും വെള്ളം കൊടുക്കാതെ എങ്ങനെയായി എക്സ്റേ. അതല്ല ശരിക്കും ആട്. 100 കണക്കിന് ആടുണ്ടാകും ഒരിടയന്, ഒരു ഉടമയ്ക്ക്. ഈ ആടുകളെ മുഴുവൻ നോക്കാൻ 50-100 വീതം ആടുകളെ ഓരോ ഇടയന്മാരെ ഏൽപ്പിച്ചു വിടും. മോനെ 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 വയലൻ്റായിരുന്നു, ശ്രദ്ധിച്ചു കേൾക്ക്. ഇനി മിണ്ടിയേ പറ്റൂ നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ നീ 2 മിനിറ്റ് മാറി സംസാരിച്ചാൽ വിഷമം തീർത്തിട്ട് വാ. നിനക്ക് തോന്നുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് മിണ്ടണം, പെട്ടെന്ന് പോയിട്ട് വാ. അങ്ങനെ ഉണ്ടോ? അവിടെ ഇരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ ഇടപെടുന്നതിനൊരു രീതിയുണ്ടല്ലേ, പ്രശ്നമാണ്. ഇവനൊക്കെ നാളെ പോലീസായിട്ട് വന്നാൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഇതൊക്കെ ഡീൽ ചെയ്യുന്നതിനൊരു രീതിയുണ്ട് അല്ലേ. അപ്പോൾ ഇടയന്മാർ 100 കണക്കിന് ആടുകളെ കൊണ്ടിങ്ങനെ ഫുള്ളിൽ പോകും. ഇടയൻ്റെ കയ്യിലൊരു വടി, 2 വടിയുണ്ട്. ഒരു വടിയുടെ അഗ്രത്തിൽ ഒരു ചുവന്ന തുണി, ഇപ്പുറത്ത് മറ്റൊരു വടി ഇങ്ങനെ തോളിലിരിക്കുന്ന വടിയുടെ 2 അഗ്രങ്ങളിൽ 2 കുട്ടയുണ്ടാവും, ബാസ്ക്കറ്റുകൾ. അതിൽ മാർദ്ദവമുള്ള കുറേ തുണിയും പഞ്ഞിയും പച്ചമരുന്നും ഒക്കെ ഉണ്ടാവും. ബാക്കിലുള്ള ആ കുട്ടയിൽ ഇടയനുള്ള ആഹാരവും കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. ആ കൂടെ പാൽ നിറച്ച ഒരു തുരുത്തി, നിബിൾ കടിപ്പിച്ചൊരു തുരുത്തി. പണ്ടാണെങ്കിൽ തുരുത്തി, ഇപ്പോഴാണെങ്കിൽ കുപ്പിയാണ്. ഇപ്പോഴുണ്ട് ഈ ജീവിതം. അപ്പോൾ ഇയാൾ ഇത് 2 കയ്യിലെന്തി ഈ ആടുകളെന്തി അടിച്ച് പോവാണ്. ദീർഘദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഇടയൻ പെട്ടെന്നൊരു ശബ്ദമുണ്ടാക്കും, ഒരു അപകടം കണ്ട്. സകല ആടുകളും നിശബ്ദരാകും. നിശബ്ദരാകുമ്പോൾ ഇടയൻ അപകടം വ്യക്തമായി. നിലത്തൊരുതരം പാമ്പിഴഞ്ഞ പാട്. ആ പാട് തിരഞ്ഞ് ചെല്ലുമ്പോൾ ഈ മണലിൽ തലപൂഴ്ത്തി പതുങ്ങിക്കിടക്കുന്ന പാമ്പിൻ്റെ സാന്നിധ്യം അറിയും. അതിനെ തല്ലി കൊല്ലും. ഇപ്പോഴാണെങ്കിൽ തല്ലി കൊല്ലാനും നോക്കിയാലെന്ന് മാത്രമല്ല, പാമ്പെന്ന് പോലും അതിനെ വിളിക്കരുത്, പാമ്പിൻ്റെ പേരൊക്കെ മാറ്റി അതിഥി എന്നാക്കി കളഞ്ഞു. മനസ്സിലായില്ലേ? ഒരുത്തൻ പാമ്പിനെ വിളിക്കുന്നതാണ് അതിഥി. ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? മൂർഖം കയറി കട്ടിലിനടി കിടക്കുകയാണ്, അതാ അതിഥി. കാലം പോയൊരു പോക്ക് ഉണ്ടല്ലോ അല്ലേ. മനുഷ്യരെ മോശമായിട്ട് കാണുകയും പാമ്പുകളെ അതിഥിയായി കാണുകയും ചെയ്യുക അല്ലേ. എന്നിട്ട് അതിനെ രക്ഷിക്കുക, കാട്ടുപന്നിയെ രക്ഷിക്കുക, അവയ്ക്ക് ശബ്ദം ഉണ്ടാക്കല്ലെങ്കിൽ എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നല്ലേ.
നന്മയായതിലൊന്നും മനുഷ്യന് താല്പര്യമില്ല. നിങ്ങൾ ആ വഴിയിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ ചിലർ പറയുന്നത് ഭയങ്കര ശബ്ദമാണ്, ശബ്ദം കുറയ്ക്കണം. പാട്ടുപാടി ആൾ പറയും ശബ്ദം കുറയ്ക്കണം. എന്നാൽ അടുത്ത വീട്ടിൽ കിടന്ന് ഒരുത്തൻ അയൽവാസിയെ ചീത്ത പറയുമ്പോൾ ആലം ചെന്നിട്ട് പറയുമോ ശബ്ദം കുറച്ച് പറയാൻ? അങ്ങനെ പറയത്തില്ല. അപ്പം ഞാനൊരിടത്ത് ഇത് പറഞ്ഞു ശബ്ദം കുറച്ചത്. ഇപ്പോൾ ഒരുത്തനോട് പറയാം, അച്ഛാ അതേ ഈ ശബ്ദം കുറച്ച് പറഞ്ഞാൽ അതിൻ്റെ ആ പഞ്ച് കിട്ടത്തില്ലെന്ന്. അതിൻ്റെ ഗുമ്മ് രതീഷ് പറഞ്ഞല്ലോ, മറ്റൊരുത്തം പറഞ്ഞില്ല ഗുമ്മ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഗുമ്മ് കിട്ടണം. എന്ത് വേണം? ആ ഫോഴ്സിൽ പറയണം അല്ലേ? ആ മനുഷ്യൻ്റെ ഐഡിയകൾ പോകുന്നൊരു പോക്ക് കണ്ടില്ല അല്ലേ? ആ അപ്പോൾ ഈ പാമ്പിനെ തേടിച്ചെന്ന് തല്ലിക്കൊന്ന് ഇടയൻ സ്വസ്ഥത കൈവരിച്ച് ആടുകളെയും കൊണ്ടുപോകും. ആടുകളുമായി കുറേ ദൂരം പോയി കഴിഞ്ഞ് പെട്ടെന്ന് വീണ്ടും ഇടയൻ നിൽക്കും. ആടുകൾ വീണ്ടും ഇങ്ങനെ ഈ കൈ കെട്ടിരിക്കുന്ന ഈ കൊടി കെട്ടിയ വടി അതിങ്ങനെ കറക്കുമ്പോഴേക്ക് ആടുകൾക്ക് മനസ്സിലാകും എന്തോ അപകടമുണ്ട്. ഭയങ്കര അനുസരണമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യമാണ്, പാമ്പല്ല. ഈ പോകുന്ന ആടുകളുടെ കൂടെ ഗർഭകാലം തികഞ്ഞ ചില ആടുകളുണ്ട്, ക്ഷണം നിറഞ്ഞ ആടുകൾ. അത് പ്രസവ ചേഷ്ടകൾ കാട്ടി ഇടയനറിയാം. ബാക്കി ആടുകളെ മുഴുവൻ ഒരുമിച്ചൊരിടത്ത് കൂട്ടി ഈ വടി ഇവിടെ കുത്തിവെച്ച് ഇടയൻ ഈ മണൽ കുറെ ശേഖരിച്ചതിലെ നേരിയ പൊടി കൊണ്ട് ഈ ആടിന് ശുദ്ധി വരുത്തും. കുഞ്ഞാടുകളെ പുറത്തെടുക്കും. 2-3 ആട് കാണും മിക്കപ്പോഴും, അല്ലെ ഒരാട് മിനിമം ഉണ്ടാവുമല്ലോ. ഈ തള്ളയാട് ക്ഷീണിക്കും. അതിന് കൊടുക്കാനാണ് ഈ വെള്ളവും പച്ചമരുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ തള്ളയാടിനെ ഇങ്ങനെ തഴുകി കുഞ്ഞാടിനെ കുടിക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ക്ഷീണം മാറുന്നത് വരെ ഇങ്ങനെ തഴുകി തഴുകി പഞ്ഞിയെടുത്ത് കുഞ്ഞാടുകളുടെ കണ്ണൊക്കെ ഒപ്പി വൃത്തിയാക്കി കുറേ മിനിറ്റുകൾ കഴിയുമ്പോൾ ആട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. 2-3 ആടുണ്ട്. ഈ ആടുകളെ ഈ സമയത്ത് ഇവയ്ക്കൊപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ചവിട്ട് കിട്ടും. ഈ 2-3 ആടുകളെ ഇതാ ഇങ്ങനെ പിടിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് ആ കൂടെ വടി പിടിക്കണം. അപ്പോൾ ഈ വടി അടുത്ത കൈയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. എന്തിനാണെന്നറിയണ്ടേ? ഈ നടത്തത്തിൽ കുഞ്ഞാടുകളെ ഫീഡ് ചെയ്യണം. അവയ്ക്ക് നിബിൾ കടിപ്പിച്ച ആ തുരുത്തിയില്ലേ അതിങ്ങനെ മാറി 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 കൊടുക്കണം. ഈ കൂടെ പോയാൽ ചവിട്ട് കിട്ടും. ആടിന് എന്നാലും ഇവിടെ ഇരിക്കാൻ മടിയാണ്, കാരണം ഇതിന് ഈ കൂടെ പോകണം. അതിന് ഈ കൂടെ പോയാൽ ചവിട്ട് കിട്ടുമെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ ചാടാൻ തുടങ്ങുക. ഈ ചവിട്ടൊക്കെ കിട്ടുന്ന ഇടേണ്ട നെഞ്ചിനാണ്. ഇത് അനുഭവിക്കണം. വീണ്ടും കുറേ ദൂരം, ചിലപ്പോൾ പാമ്പ്, വീണ്ടും അടുത്ത ആടുകൾ. അപ്പോൾ എണ്ണം കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഇടയൻ പാതി വഴിയിൽ ഈ യാത്ര നിർത്തി ഇവയെ തിന്നാൻ വിട്ടിട്ട് അവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്തത് സംഭവിക്കുന്നത് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ യജമാനെ വിളിക്കും. യജമാനനെ, അങ്ങനെ പ്രഭാതത്തിൽ അയക്കുമ്പോൾ 100 ആട്. ഇപ്പോൾ ഇതാ 107 ആടുണ്ട്. പോയ വഴിക്കുണ്ടായതാ. ഇടയനിതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ യജമാനൻ പറയും, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് നല്ലിടയൻ. മോശമിടയനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇത്തരം പരിരക്ഷകൾ നൽകാതെയും ചെന്നായ്ക്കൾ വന്ന് കടിച്ചു കീറിയാൽ പിന്നാലെ പോകാതെയും കള്ളൻ അപകരിച്ചാൽ രക്ഷപ്പെടുത്താനാവാതെ മാറി നിൽക്കുകയും അറവുകാർക്ക് ഈ ആടുകളെ വിറ്റുകളയുകയും അങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇടയൻ്റെ തൊഴിൽ വെറുത്തിരിക്കുന്ന മനുഷ്യരോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ലിടയനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ലോകം അനാദരിച്ചൊരു തൊഴില്, ലോകം നിരാകരിക്കാൻ ഇഷ്ടപ്പെട്ടൊരു തൊഴില് സ്വന്തം തോളിലേക്ക് എടുത്തു വെക്കാൻ യേശു തുനിഞ്ഞത്
ഈ തൊഴിൽ ചെയ്ത് മാന്യത നഷ്ടപ്പെട്ടു പോയവന് വിലയും നിലയും പദവിയും വരാനാണ്. ഇന്ന് രാത്രി യേശുവിനെ കൈക്കൊള്ളുക വഴി നമ്മുടെ നില മാറുന്നു, പദവി മാറുന്നു, വില മാറുന്നു, സ്ഥിതി മാറുന്നു. നമ്മെ നാമാക്കി തീർക്കുന്ന ആ മഹത്തരമായ അനുഭവം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ രൂപപ്പെടും. കാരണം നല്ല ഇടയനാണ് പറയുകയല്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. ഹല്ലേലൂയ. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന നല്ലിടയൻ. ഇനി നമുക്ക് ദാവീദിലേക്ക് വരാം. ഈ ദാവീദ് ഈ ഗാനം എഴുതുന്ന സമയത്ത് രാജാവൊന്നുമല്ല, പഴയ പാട്ടാണ്. ഈ ഗാനം എഴുതാൻ അദ്ദേഹത്തിന് പ്രേരകമായൊരു പശ്ചാത്തലമുണ്ട്. വിശാലമായ ഹെർമോന്യമല, ആ മലയിൽ നിന്ന് മഞ്ഞുകണങ്ങൾ നീർച്ചാലികളായി രൂപപ്പെട്ട് ഒരു താഴ്വരയിൽ വന്ന് വീഴും. ആ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞ് മലയിടുക്കുകളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കും. ഇപ്പോൾ കണ്ടാൽ താഴ്വരയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ വെള്ളം ഈ മലനിരകളെ തട്ടി നിൽക്കുന്ന കാഴ്ച കണ്ടാൽ ഒരു പാനപാത്രത്തിൽ വെള്ളമൊഴിച്ച് ടേബിളിൽ വെച്ചോണ്ടിരിക്കും. കാരണം അങ്ങനെയാണ് ആ ജലാശയം കിടക്കുന്നത്. ഈ ജലാശയത്തിൻ്റെ പേരാണ് ഗലീലിയ കടൽ. ഈ ഗലീലിയ കടൽ വാസ്തവത്തിൽ കടലല്ല. ഗലീലിയ ഒരു ചെറിയ ജലാശയമാണ്, ഒരു ലേക്ക് അല്ലെങ്കിൽ തടാകമാണ്. ഈ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം, മധ്യപ്രദേശത്തുള്ള ഒരേ ഒരു ശുദ്ധജല തടാകം ഈ ഗലീലിയയിലെ വെള്ളമാണ്. വിശാലമായി കിടക്കുന്ന ഈ തടാകം ശുദ്ധജലം നിറഞ്ഞതാണ്. എന്നാൽ ഇതിൻ്റെ ആ വിസ്തൃതി തടാകമെന്ന നിലയിൽ വലുതും ഒരു ജലാശയത്തെ എടുത്താൽ ചെറുതാണ്. കാരണം ഒരു 14 മൈൽ നീളം ഉണ്ടാവും, 14 മൈൽ വീതി ഉണ്ടാകും, 21 മൈൽ വാസ്തവത്തിൽ നീളം ഉണ്ടാകും. ഒരു ചെറിയ ഓവൽ ഷേപ്പിലാണ്. ഇതിൻ്റെ അങ്ങേ അറ്റം ഉണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെ ലോപിച്ച് നിൽക്കുകയാണ്. ഇവിടെയും ചെറുത്, അങ്ങേ അറ്റവും ചെറുത്. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ജാതികളുടെ ഗലീലിയ. ഈ ഗലീലിയ കടലിൻ്റെ തീരത്ത് 20ഓളം പട്ടണങ്ങളെ ചേർത്തും പറയും ഗലീലിയൻ സ്റ്റേറ്റ്. ഈ ഗലീലിയൻ സ്റ്റേറ്റിലെ ആളുകൾ നിർധനര്, മത്സ്യബന്ധന തൊഴിലാളികൾ, ഇടയന്മാർ. ആ നാട് വളരെ അവികസിത മേഖലയാണ്. അവിടെയാ കവർന്നഹൂം, അവിടെയാ കാന, ഗലീലിയിലെ കാനാവെന്നാണല്ലോ പറയുക. അവിടെയാണ് ബേത്സയിദ. അതുകൊണ്ട് ഈ കടലിന് ബേത്സയിദ കടൽ എന്നും പേരുണ്ട്. ഇത് കടലല്ല, കടൽ എന്ന് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. കിന്നരോത്ത് കടൽ, ഗന്നസരത്ത് തടാകം എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറയട്ടെ. ഇതിൻ്റെ ഈ അഗ്രഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകും. അവിടെ വലിയ ഒഴുക്കാ. കാരണം ഇത്രയും വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ ആ ഫോഴ്സ് ഇങ്ങനെ തള്ളി അഗ്രഭാഗത്തു നിന്ന് വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അടിയൊഴുക്ക് വലുതും അവിടെ നിന്ന് അരുവി കണക്കെ വെള്ളം തിര കണക്കെ തിരിച്ചു വന്ന് ഒരു വലിയ ചുഴി രൂപപ്പെടും. മനുഷ്യർ ആ വഴി പോവില്ല. കാരണം അതുവഴി പോകുന്ന വള്ളങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ചുഴികളിൽ അകപ്പെട്ട് മനുഷ്യൻ മരിക്കാനിടയുണ്ട്, വള്ളങ്ങൾ മറിഞ്ഞു വീഴാനിടയുണ്ട്. അടുത്താണ് രസകരം. ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയല്ല, ഒഴുകിപ്പോവുക വീണ്ടും താഴോട്ട്. അതൊഴുകിച്ചെന്ന് ചേരുന്ന സ്ഥലമാണ് ചാവുകടൽ. ചാവുകടലിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിൽ തന്നെ ഏറ്റവും ലവണാംശം കൂടുതലുള്ള, ഡെൻസിറ്റി കൂടുതലുള്ള വെള്ളം. വേറെയും പ്രത്യേകതയുണ്ട്. ലോകത്തിലെ സകല ജലാശയങ്ങളും നദികളുമൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടലിൽ സ്പർശിക്കും, കടലിൽ ചെല്ലും. കായൽ പോലും കടലിനെ ബന്ധപ്പെട്ട് കിടക്കുക. പക്ഷേ ചാവുകടലിന് ഒരു കടലിനോടും ബന്ധമില്ല. കാരണം യഥാർത്ഥ കടലിൽ നിന്ന് 1000 അടി താഴെയാണ് അതിൻ്റെ സ്ഥാനം. ജീവനുള്ള ഒന്നിനെയും അത് സ്വീകരിക്കില്ല. ഒരു ജീവവസ്തുവും അവിടെ ഇല്ല. അവിടെ യാതൊരു തരത്തിലും ഗുണപ്രദമായ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഗലീലയിലെ ശുദ്ധവെള്ളം ഇതാ ഒഴുകി വന്ന്
ഒരു ജീവജാലത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഉപ്പ് രസമുള്ള വെള്ളമായി സ്വയം ചത്തൊടുങ്ങുന്നു. അങ്ങനെ സ്വയം ചാകുന്നത് കൊണ്ട് ആ കടലിന് പേരിട്ടതാ ചാവുകടൽ. ആ ചാവുകടലിൽ ഗന്ധകമുണ്ട്, ക്ലോറിൻ വാതകമുണ്ട്, മറ്റു പല ലവണങ്ങളുണ്ട്, പലതരം മിനറൽസ് ഉണ്ട്. ഇതാണൊരു വിഷയം. ഇത് വന്നിവിടുന്ന ഏറ്റവും നല്ല ശുദ്ധജലമുള്ള ഗലീല കടലിൽ നിന്ന്. ഇപ്പോൾ ഇതെന്തായി മാറി? മനുഷ്യരാശിക്ക് ഗുണപരമായ ജീവസുറ്റ പ്രയോജനങ്ങളൊന്നും ചെയ്യാത്തത് നാളെ നടക്കാനിരിക്കുന്ന ഒരു ലോകയുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന ആയുധ ശേഖരമായിട്ടാണ് ഇന്നത് വിവക്ഷിക്കപ്പെടുന്നത്. അതിലെ കുറേ വെള്ളം മാത്രം മതി ലോകത്തിൻ്റെ പല മണ്ഡലങ്ങളെ ഭസ്മീകരിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഇസ്രായേൽ പോലെ രാജ്യത്തിനുണ്ടാക്കാൻ. ആ ചാവുകടലിൻ്റെ ഉടമസ്ഥത ഒരു തർക്കമായി കിടക്കുന്നതിൻ്റെ പോലും കാരണം അതിനകത്ത് നിന്ന് പല രാജ്യങ്ങളെ, പല മേഖലകളെ നിർജീവമാക്കാൻ കഴിയുന്ന രാസവസ്തുക്കളുടെ വലിയൊരു ശേഖരമാണ്. വന്നിവിടുന്ന് ധാരാളം മത്സ്യസമ്പത്തുള്ള നല്ല തെളിനീരുള്ള ഒരു നല്ല തടാകത്തിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം ദാവന്ന് സ്വയം മരിച്ചൊടുങ്ങുന്നു. ഈ വെള്ളത്തെ ഒഴുക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ആ ജലധാരയില്ലേ, ആ ഒഴുക്കില്ലേ, ആ ഒഴുക്കിനൊരു പേര് പറയും യോർദാൻ. നിങ്ങൾക്കിതെല്ലാം അറിയാം. യോർദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണം. എന്തിനാണ് ആ പേര് കിട്ടിയെന്നറിയണ്ടേ? ഒറ്റ കാരണം, നന്മയെ, മത്സ്യസമ്പത്തിനെ, ശുദ്ധജലത്തെ പ്രദാനം ചെയ്ത ആ ജലാശയത്തെ കൊണ്ടുവന്ന് ഒഴുക്കി ദാ ഇവിടെ കൊണ്ട് നിർജീവമാക്കി തീർത്തു എന്ന കുറ്റം ചുമത്തി കിട്ടിയ പേരാണ് മരണമെന്നർത്ഥം വരുന്ന യോർദാൻ. ഇത്രയും വേണ്ടതിൻ്റെ പശ്ചാത്തലം. ഈ ഗലീലിയ തടാകത്തിന് അതിൻ്റെ രൂപം കൊണ്ട് കുട്ടികളൊക്കെ വായിക്കുന്ന ഗിറ്റാറിൻ്റെ ഒരു ഷേപ്പുണ്ട്. ഗിറ്റാറിൻ്റെ പഴയ രൂപത്തിൻ്റെ പേരാണ് കിന്നരം. ദാവീദ് ഉപയോഗിക്കുന്ന സംഗീതോപകരണ 3 കമ്പികൾ വലിച്ചു കെട്ടിയ ഇന്നത്തെ ബേസ് ഗിറ്റാറിൻ്റെ പഴയ രൂപം. ഈ കടൽ കാണുമ്പോഴൊക്കെ ദാവീദിന് ഈ ഓർമ്മ വരും, കിന്നരം. അങ്ങനെ ആ കടലിന് കിട്ടിയ പേരാ കിന്നരോത്ത് കടൽ, അങ്ങനെയും പേര് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഈ പരിസരമൊക്കെ ദാവീദ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ ദാവീദ് വന്നിട്ടുണ്ട്. ഈ കടലും ഈ പരിസര പ്രദേശങ്ങളുമൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ആടുകളെ സ്നേഹിക്കുന്ന, ആടുകളെ കരുതുന്ന തൻ്റെ സ്വഭാവത്തെ, തൻ്റെ ചിന്തയെ, തൻ്റെ ഉത്തരവാദിത്വ ബോധത്തെ അഭിമാന പുരസ്സരം ഓർത്തിട്ട് ഇതുപോലെ തന്നെയും കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഓർത്തെഴുതുന്ന സങ്കീർത്തനമാണ് 23. മനസ്സിലായോ? അതിനാ ഇത്രയും പശ്ചാത്തലം പറഞ്ഞു. കാര്യം മനസ്സിലായോ? അദ്ദേഹം പറയാ, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ആ ദൈവം എന്നെ നയിക്കുന്നു. സ്വസ്ഥത നിറഞ്ഞ വെള്ളം. താഴെ ഇതാ ജീവനെ നശിപ്പിക്കുന്ന വെള്ളം കിടക്കുന്നു. ഇതാ മനോഹര ജലത്തെ മുഴുവൻ അപകരിച്ചു കൊണ്ടുപോകുന്ന വെള്ളം കിടക്കുന്നു. ചാവുകളിൽ ചെല്ലുന്ന മത്സ്യങ്ങളൊന്നും ജീവിച്ചിരിക്കില്ല, അവയെ ചാവുകളിൽ അടിച്ച് പുറത്താക്കും. ചാവുകളിലേക്ക് ചെന്ന മത്സ്യത്തെ ചാവുകളിൽ അടിച്ച് പുറത്താക്കുമ്പോൾ ആ മത്സ്യത്തെ ഭക്ഷിക്കാൻ കാക്കകൾ വരാറില്ല, ആ മത്സ്യം ഭക്ഷിക്കാൻ ഉറുമ്പുകൾ വരാറില്ല. അത് ജീർണിക്കാൻ കാലമെടുക്കും, ആർക്കും വേണ്ടാതെ അവിടെ കിടക്കും. പക്ഷെ ദൈവം ആ നിർജീവാവസ്ഥയിൽ നിന്ന് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നയിക്കുന്നു. ഈ ജലം ചെന്നു ചേരുന്ന ഇടത്തേക്കാണ് പലപ്പോഴും ആളുകൾ അവിടെ ജലാശയം, ഈ വെള്ളം ചെന്നു ചേരുന്ന ഇടത്ത് ഗുണപരമായ റിസൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കരുതി അവിടേക്ക് പോകുമ്പോൾ ഭക്തൻ പറയുക, എൻ്റെ നടപ്പ് അങ്ങോട്ടല്ല, ഞാൻ തിരിച്ചാണ് നടക്കുന്നത്. ഞാൻ ഉയരങ്ങൾ താണ്ടാൻ പോകുക. ഹെർമോന്യമലയിലെ ശുദ്ധജലം ഒഴുകി ചേരുന്ന ഗലീലിയ തടാകത്തിലാണ് എൻ്റെ ജലസംതൃപ്തി കരുതി വച്ചിരിക്കുന്നത് എന്ന ഓർമ്മ ജീവിതത്തിൽ അയവിറക്കിട്ട് പറയുക, ഞാൻ എന്നെ ഇങ്ങനെ നയിക്കുന്ന ആ ഇടയനെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പരിപാലകനായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കുടുംബത്തിന് വിടുതലാകട്ടെ, വചനം കേൾക്കുന്നവർക്ക് വിടുതലാകട്ടെ, പരിസര ഭവനങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഒരു കുറവുമില്ലാതെ
നമ്മെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ കരവലയത്തിൽ നിന്നിട്ട് പറയണം, എല്ലാവരുടെയും യാത്ര പോലെയല്ല എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. ഈ ജലം ഒഴുകി ഒഴുകി താഴേക്ക് പോകുന്ന വഴിക്ക് പ്രതീക്ഷകളുണ്ടെന്ന് കരുതി ഞാൻ താഴോട്ട് നടന്നപ്പോൾ എൻ്റെ ഗതി മുഴുവൻ തിരിച്ചിട്ട് പറയുക, പലരും നിരാശ ചിന്തിച്ച ഇടത്താ നിന്റെ അനുഗ്രഹം, തോൽവി ചിന്തിച്ച ഇടത്താ നിന്റെ വിജയം, എഴുതിത്തല്ല ഇടത്തു നിന്നാ നിന്റെ ആരംഭം. ആര് നിന്നെ ഒതുക്കാൻ ഇഷ്ടപ്പെട്ടുവോ അവിടെ നിന്നാ ഉയരുന്നത്. എവിടെയാണ് ജീവിതത്തിൽ കുഴപ്പം പിടിച്ചതെന്ന് ലോകം കണ്ടുപിടിച്ചപ്പോൾ അവിടെയാണ് നിന്റെ അനുഗ്രഹം. സ്വസ്ഥതയുള്ള അത്തരം വെള്ളം നമ്മെ നോക്കി തുടിക്കുന്നു, ആ സാഹചര്യം കാത്തിരിക്കുന്നു. ആ ദൈവപ്രവൃത്തിയെ ഒന്ന് അടുത്തറിയാൻ ദൈവം ഇന്ന് രാത്രി നമ്മെല്ലാം പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കടലിനെ പറ്റി ഒന്നുകൂടി പറയാം. ഈ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമല്ലേ, അവിടെ മനുഷ്യരാരും പോവില്ല, വള്ളങ്ങൾ പോവില്ല. കാരണം വള്ളം ഈ അടിയൊഴുക്കിൽപ്പെട്ട് അത് ഇടഞ്ഞ് തകർന്ന് ആ വലരിയിൽപ്പെട്ടു പോവും. അതുകൊണ്ട് ആളുകൾ ഈ സ്ഥലത്ത് നോക്കിയിട്ടും കൂറ്റൻ തിര വരുന്ന കണ്ടിട്ടും പറയാറുണ്ട്, അവിടെ ജലഭൂതം കുടിയിരിക്കുന്നു. ജലഭൂതങ്ങൾ കുടിയിരിക്കുന്നു. അതിൽ അള്ളുകളുണ്ട്, പാറകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ പ്രാണൻ തിരിച്ചു കിട്ടില്ല, അതുവഴി പോകല്ലേ പോകല്ലേ എന്ന് വെല്ലുവിളിച്ച് ഭയന്ന് ആ സ്ഥലത്തിന് ദൂരെ മാറി വലയെറിഞ്ഞും ചൂണ്ടലിട്ടും ആളുകളിങ്ങനെ മടങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ഒരു ദിവസം അപ്പോസ്തലന്മാരൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയണ്ടേ? ഈ വെള്ളത്തിൻ്റെ മീതെ കൂടി നമ്മുടെ കർത്താവ് നടന്നു വരുന്നു. ഈ കാഴ്ച കണ്ടിട്ട് അവർ പറയുക, ഭൂതമാണ്. അവരുടെ കുഴപ്പമില്ല, കാരണം ഇവിടെ ഭൂതത്തെ അവർ പ്രതീക്ഷിക്കുക. അവല്ല, ചിലർക്ക് ആ രൂപം കണ്ട് മനസ്സിലായി അത് കർത്താവാ. തർക്കം മൂത്തതും പത്രോസ് പ്രതികരിച്ചതും അയാൾ മുങ്ങിപ്പോയതും പിന്നെ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയതും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? പക്ഷെ ഒരു കാര്യം, ഈ തിര പാഞ്ഞു വരുന്ന, പതനുറഞ്ഞു പൊന്തുന്ന, മരണഭീതി നിഴലിക്കുന്ന അതിശക്തമായ കടലിൻ്റെ മീതെ നടന്നു വരുന്നവനെ കണ്ടിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ലോകമേത് മരണം വിധി എഴുതിയെടുത്തും എൻ്റെ വീണ്ടെടുപ്പുകാരൻ കടന്നു വരുന്നുണ്ട്. ഏത് പരാജയ ബോധത്തിൻ്റെ തിരക്ക് മീതെയും നടക്കാൻ ശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ ജനസഞ്ചയത്തിന്റെ നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സുവിശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവിൻ്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ ബഹുമാന്യരെ, ഇവിടെ നമ്മൾ കണ്ടു, ഭീതിജനകമായ കാലാവസ്ഥയിൽ നമുക്ക് സ്വസ്ഥത തരാൻ വരുന്ന നാഥനെ ദാവീദ് യുഗങ്ങൾക്കപ്പുറത്ത് കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ലോകം ഇവിടെ വെച്ച് തീർന്നു എന്ന് പറയുന്ന ഇടത്ത് ഭക്തൻ പറയുക, ഞാൻ ദീർഘകാലം വസിക്കും. എൻ്റെ പ്രചോദനം ദൈവമാ, എൻ്റെ പ്രത്യാശ ക്രിസ്തുവാ, എൻ്റെ പ്രതീക്ഷ മുഴുവൻ ദൈവമാ. ആ തികഞ്ഞ ബോധ്യത്തിൽ ഭക്തൻ ഈ സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ നിങ്ങളുണ്ട്, അതിൽ ഞാനുണ്ട്, അതിൽ പരിസരവാസികളുണ്ട്, അതിൽ ഈ കേൾവിക്കാരെല്ലാം ഉണ്ട്. എന്തേ കാര്യം? നമ്മുടെ അവസ്ഥ ഇതുപോലെയാ. ഇളകിമറിയുന്ന കടലിൽ പരാജയം പ്രതീക്ഷിച്ച് ഇടത്ത് നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കുന്നു ഒരു ശാശ്വത കൃപ, ഒരു ശാശ്വത വിടുതൽ. ഒന്നുകൂടി പറയാം, പ്രിയമുള്ളവരെ, കടലിലേക്ക് വലയെറിഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല. കർത്താവ് അവിടെ വന്നു, പത്രോസിനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അപ്പോൾ റിപ്പോർട്ട് കൊടുത്തു, ഒന്നും കിട്ടിയില്ല. ഒരു മാന്യനായ മനുഷ്യനാണ് ഈ പത്രോസ്. എന്താണെന്ന് അറിയണ്ടേ? നമ്മളാണെ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതി കിട്ടും, അല്ലെ 10 പേരോട് പറയും മനുഷ്യർ. ഇവൻ പറയേണ്ടവരോട് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ വേദനകൾ പറയാൻ കൊള്ളാവുന്ന ഇടം യേശുവാണ്.
നമ്മുടെ കഷ്ടതകൾ തുറന്നു പറയാൻ കഴിയുന്ന വിശ്വസ്ത കേൾവിക്കാരൻ ക്രിസ്തുവാണ്. അത് കേട്ട് പരിഹസിക്കാത്തവൻ ക്രിസ്തുവാ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും മറ്റൊരാളോട് പറഞ്ഞാൽ പരിഹസിക്കും. അവർക്കത് കേൾക്കാൻ മനസ്സില്ല. ലോകത്തിന് പ്രത്യേകതയുണ്ട്. കടം കയറി തകർന്നവനെ കൊടുംപാവിയായിട്ട് കാണുന്നൊരു ലോകമാണ് ഇത്. മനസ്സിലായില്ലേ? ജപ്തി നോട്ടീസ് കൈപ്പറ്റിയവനെ കണ്ട് അവഹേളിക്കുന്നൊരു ലോകമായത്. അതാ ഈ ലോകം. ആത്മഹത്യ ചെയ്ത കുടുംബത്തെ കണ്ടേ അത് അവഹേളിക്കുന്നൊരു ലോകമായത്. നമ്മെ പ്രശംസിക്കുന്നൊരു ലോകമല്ല. പ്രശംസിക്കുന്നവനെയും വിശ്വസിക്കരുത്. അവഹേളിക്കുന്ന ഈ ലോകത്തെ ഈ വേദന ഒന്ന് തുറന്നു പറയാൻ ഒരാളെ തിരഞ്ഞാ നിങ്ങൾ നടക്കുന്നെങ്കിൽ ഒരു മനുഷ്യനും അത് കേട്ടിട്ട് പറയുന്ന ആശ്വാസ വാക്കുകളിൽ വിശ്വസിക്കണ്ട. കൗൺസിലിംഗ് സെൻ്ററിൽ വിശ്വസിക്കണ്ട. കാരണം ഈ കൗൺസിലിംഗുകാരനും നമുക്ക് വേണ്ട ഉപദേശം തന്നിട്ട് പറയും, ഞാൻ ഇത്രയും നേരം ഉപദേശിച്ചതിൻ്റെ പണം 1200 രൂപ ഇങ്ങോട്ട് ഇട്ടേക്കാൻ പറയും. മനസ്സിലായില്ല? അവൻ നമ്മുടെ ആത്മാർത്ഥം കൊണ്ടല്ലേ ചെയ്യുന്നത്. അവൻ്റെ കുഴപ്പമില്ല, അവൻ കാശ് മുടക്കി പഠിച്ചതാ. അതല്ല അക്കാഡമിക്കൽ ആശ്വാസമാണ്. നീ അക്കാദമിക്കലി തരുന്ന ആശ്വാസമാണെങ്കിൽ ഒരു പണവും വാങ്ങാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആശ്വാസങ്ങളുടെ ഉറവിടമായ യേശു ജീവിതത്തിൽ ഇതപര്യന്തം നമ്മെ നടത്തിയ വിധങ്ങൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഏത് തകർച്ചയുടെ നടുവിലും എൻ്റെ യേശു വിശ്വസ്തനായിരുന്നു പറയത്തക്ക വിധം ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കാരുണ്യം അതത്ര ആഴമേറിയതാണെന്ന് ഓർത്താട്ടെ. ആ അനുഭവമില്ലാത്ത ഒരാളും ഇന്നിവിടെ ഇല്ല. അത് തിരിച്ചറിയാൻ ചിലർ വൈകുന്നു. ആ സ്നേഹം അറിയാനും അതിനെക്കുറിച്ചൊന്ന് പ്രകീർത്തിക്കാനും ചിലർ വൈകുന്നു. നമുക്കതിൽ നിന്ന് ഒന്ന് തിരികെ നടക്കേണ്ടതുണ്ട്. അതിനെ ഒന്ന് അടുത്ത് കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ആ നിലയിൽ ചില മിനിറ്റുകൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. സന്തോഷമല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, സ്തോത്രം. അപ്പോൾ ഈ സങ്കീർത്തനം വീണ്ടും പാടുകയാണ്. പച്ചയായ പുൽപ്പുറം. ഇതിനൊരു നല്ല അർത്ഥമുണ്ട്. എല്ലാ പച്ചയും ഭക്ഷ്യയോഗ്യമല്ല. ഇവിടെ ധാരാളം കാടുകളുണ്ട്. ഇതെല്ലാം ഭക്ഷ്യയോഗ്യമല്ല. അതാണ് ആടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. നമ്മൾ നല്ലതാണെന്ന് കരുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അയാൾ ആടൊന്ന് കടിച്ചിട്ടങ്ങ് പോകുന്നതിൻ്റെ കാര്യം എന്താ? അത് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ രുചിക്ക്, അതിൻ്റെ ശ്രദ്ധയ്ക്കൊക്കെ ഇണങ്ങുന്ന പോഷകാംശങ്ങളൊക്കെ പ്രകൃതി കൊടുത്ത അറിവനുസരിച്ച് അതൊരു ടെസ്റ്റ് നടത്തിയിട്ടേ കഴിക്കുള്ളൂ. അതതിൻ്റെ ശുദ്ധി നോക്കും. മറ്റൊരാട് കടിച്ചൊന്നും അത് കഴിക്കില്ല. ഈ ആട് തന്നെ കഴിച്ച് അല്പം കഴിഞ്ഞാൽ അത് ബാക്കി കഴിക്കില്ല. അത്തരത്തിൽ ശുദ്ധവൃത്തിയുള്ളൊരു ജീവിയാണ്. അപ്പം അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. അത് ചിലത് മാത്രമേ എടുക്കുള്ളൂ. എന്താ എൻ്റെ അർത്ഥം എന്ന് അറിയണ്ടേ? നമ്മൾ പച്ചയായിട്ട് കണ്ട പലതും നമുക്ക് ആശ്വാസം തരുന്നൊന്നുമല്ല. നമുക്ക് വേണ്ടാത്ത അതിലധികവും. ചുറ്റും കണ്ട വാഗ്ദത്വം ഒന്നും വിശ്വസിക്കരുത്. അതൊന്നുമല്ല നമ്മുടെ അനുഗ്രഹം. ചുറ്റും കണ്ട ഒന്നുമല്ല നമ്മുടെ പ്രതീക്ഷ. ചുറ്റും കണ്ട ഇടത്തൊന്നുമല്ല നമ്മുടെ യഥാർത്ഥ ആവശ്യമിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നിട്ടുള്ള ആ പ്രചോദനം അനുസരിച്ച് അതിനെ കണ്ടെത്താനുള്ള കൃപയാണ് ഭക്തൻ ആവശ്യമായിട്ടുള്ളത്. ഇതിലേതാണ് എനിക്ക് യോഗ്യമെന്ന് കണ്ടെത്താനുള്ള ആ കൃപയ്ക്ക് ദൈവത്തോട് യാചിക്കുകയാണ് വേണ്ടത്. എൻ്റെ അഭിരുചിക്കനുസരിച്ച്, എൻ്റെ സ്വാദിനനുസരിച്ച്, എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച്, എൻ്റെ വളർച്ചയ്ക്ക് അനുഗുണമായതെന്തോ അത് തരാൻ, കണ്ടെത്താൻ എനിക്ക് കഴിയാതിരിക്കുമ്പോൾ അത് തരുന്നവൻ്റെ അരികിലേക്കുള്ള എൻ്റെ പ്രയാണമാണ് എൻ്റെ ജീവിതം. ആ ജീവിതത്തിൽ എനിക്ക് കഴിവ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി. ഇതാ ഒരു നല്ലിടയൻ കൂടെ വന്നിട്ട് എനിക്ക് വഴി പറഞ്ഞു തരിക. ഇതാ വഴി, ഈ വഴി തന്നെ പോകണം, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്, ഈ വഴിയാണ് നിന്റെ പ്രതീക്ഷ. ആ വഴി കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശ്വാസം വരില്ല. നമ്മൾ ഈ പച്ച കണ്ട് അങ്ങോട്ട് പോകരുത്. ഇടയൻ നയിക്കുന്ന ആ പച്ചയിലേക്ക് പോകാവൂ. എൻ്റെ കാഴ്ചയിൽ കണ്ട പച്ചകളൊന്നും ആ ഹരിതാപ ഭംഗിയുള്ളതാക്കുന്ന ആ പ്രകൃതി ഒന്നും ആയിരുന്നില്ല എൻ്റെ വഴി. പിന്നെയോ ഇടയൻ പറയും ഏത് വഴി പോകണം. ഇടയൻ ചിന്തിക്കും എന്ത് ഭക്ഷിക്കണം. ഇടയൻ പറയും എവിടെ വിശ്രമിക്കണം. ഈ ഇടയൻ എന്നെ തന്നെ സമർപ്പിച്ച നാൾ മുതൽ എനിക്ക് ഉദ്യോഗത്തോടെ ആവേശത്തോടെ പറയാൻ പറ്റും, യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകയില്ല. എത്ര ആനന്ദമാണ് ഈ വാക്കിൽ തരുന്നത്, എത്ര ശക്തിയാണ് ഈ വാക്കിൽ തരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറച്ച ആ വലിയ ബോധ്യം, ആ കരുത്തിൽ വേണം മുമ്പോട്ട് പോകാൻ. ഇത്രയും മത്സ്യം കിട്ടി. ഇദ്ദേഹം തുറന്നു പറയാണ് ഒന്നും കിട്ടിയില്ലെന്ന്. ഇന്നലെയൊക്കെ കിട്ടി. അപ്പോൾ ഇടയന ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അങ്ങനെ ഒരുതുണ്ട്. അവരാ കടലിൽ ഇന്നലെ എനിക്ക് സമൃദ്ധി തന്ന കടലല്ലേ, ഇന്നിപ്പോൾ കിട്ടിയില്ലെന്നോർത്ത് സാരമില്ല, വീണ്ടും കാണും. പ്രതീക്ഷകളുടെ കടലിൽ നാളെയും വീശി കിട്ടും. പക്ഷെ വീട്ടിൽ ചെന്ന്
ഭാര്യയോട്, മക്കളോട്, വിശപ്പ് തിന്നു കഴിയുന്ന അപ്പനോട്, അമ്മയോട് ഈ മത്സ്യബന്ധന തൊഴിലാളിക്ക് പറയാൻ വാക്കില്ല. അങ്ങനെ വേദനിച്ചിരിക്കുന്ന പത്രോസിൻ്റെ അരികിൽ യേശു എത്തി. കാര്യമെല്ലാം കേട്ടിട്ട് പത്രോസിനെ വിളിച്ചു, വാ, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. കർത്താവ് ചൂണ്ടിക്കാട്ടി ഇടം കണ്ട് പത്രോസ് ഒന്ന് അമ്പരന്നു. എന്താണെന്നറിയണ്ടേ? ഞാൻ മുമ്പ് പറഞ്ഞ സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ കൂടിക്കിടന്നിട്ട് ഇങ്ങനെ ചാലിലൂടെ ഇടുങ്ങി ഒഴുകുന്ന സ്ഥലമാണ്. അവിടെ കെട്ടുവള്ളങ്ങൾ മറിഞ്ഞുപോയ ചരിത്ര, പത്തേമാരികൾ മറിഞ്ഞു വീണ ചരിത്ര, പത്രോസിൻ്റെ പൂർവികർ മരിച്ചുപോയ ചരിത്ര, ജലഭൂതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇടമാണ്. യേശു അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. അറിവുള്ള ഒരാളും അതുവഴി പോവില്ല, അനുഭവമുള്ള ഒരാളും അതുവഴി പോവില്ല, പൂർവന്മാരുടെ വാക്ക് കേൾക്കുന്നവൻ അതുവഴി പോവില്ല, സമ്പ്രദായങ്ങളെ പഠിച്ചവൻ അതുവഴി പോവില്ല. 100 മനുഷ്യർ ഇന്നും തിരിച്ചു വരാതെ കാത്തിരിക്കുന്ന വിധവമാരുണ്ടവിടെ. ഇവിടെ മരിച്ചു വീണ അപ്പനെ കാണാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടവിടെ. ആ സ്ഥലം ഭക്തന്റെ മുമ്പിൽ ചൂണ്ടിക്കാട്ടി കർത്താവ് പറയുക, ഇവിടെയാ നിന്റെ അനുഗ്രഹം. പലർക്കും മരണം വിധി എഴുതി ഇടത്തെ, പലരും തോറ്റുപോയ ഇടത്തെ, ഒന്നും കിട്ടില്ലെന്ന് വിധി എഴുതി ഇടത്തെ, ഒരിഞ്ച് മുന്നേറാൻ കഴിയില്ലെന്ന് ലോകം അടിവരയിട്ട് പറഞ്ഞ ഇടത്തെ, ഇവിടെയാണ് നിന്റെ അനുഗ്രഹം. ഇടയന്റെ വിചിത്ര സ്നേഹം തിരിച്ചറിയണം. നല്ല ഇടയൻ പറയുന്ന വാക്ക് അവിശ്വസിക്കാതെ പത്രോസ് പറയാ, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. ഇതാകട്ടെ നമ്മുടെ ഇന്ന് രാത്രിയിലെ കരുത്ത്. നമുക്കൊന്നും പറയാം, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കഴിവല്ല, നാഥൻ പറഞ്ഞു, അവിടെ ഞാൻ വലയിറക്കി. നാഥൻ പറഞ്ഞു, അവിടേക്ക് ഞാൻ ചെന്നു, എനിക്ക് സമൃദ്ധി കിട്ടി. നാഥൻ പറഞ്ഞു, അവിടെ എനിക്ക് സ്വച്ഛശീതളമായ ജലം കിട്ടി. എൻ്റെ ആശ്വാസം ഈ നാഥൻ നൽകിയ ആ ഗൈഡൻസാ, ആ വഴിയാ. ആ വഴിയിലൂടെ ഞാൻ പ്രാപിച്ചെടുത്ത എൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൽ അനുഭവിച്ച സകല നന്മകളും ആ നാഥൻ്റെ ദാനമാണ്. എന്താ തെളിവെന്നറിയണ്ടേ? ബുദ്ധി കൊണ്ട് ഞാൻ പലപ്പോഴും വലയിറക്കി, ബുദ്ധി കൊണ്ട് പലപ്പോഴും ഈ ആടുകളെ മേയിച്ചു പോയി, എത്ര ചെന്നായ്ക്കൾ കടിച്ചു കീറി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഞാൻ ഇന്ന് നിന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ വല കീറാറാകുന്ന അനുഭവത്തിൽ ഒരു പെരുത്ത മീൻകൂട്ടം നീ എനിക്ക് വേണ്ടി കരുതി വെച്ചു. ആ പെരുത്ത മീൻകൂട്ടത്തെ അവിടെ കൊണ്ടാക്കിയിട്ട് അനുസരണയോടെ ഈ വലക്കുള്ളിലേക്ക് അവ ഒന്നായി കടക്കാൻ കാരണം വാക്ക് നിന്റെയെങ്കിൽ സൃഷ്ടിക്ക് നിന്നെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അവ ഒന്നടങ്കം എനിക്ക് വേണ്ടി ഇതിനുള്ളിൽ കയറിയപ്പോൾ വല കീറാറായി. അന്നെനിക്ക് ബോധ്യമായി, അങ്ങ് അനുഗ്രഹിച്ചു തുടങ്ങിയാൽ, അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങിയാലേ അങ്ങ് വരുന്ന അനുഗ്രഹത്തിൻ്റെ ശക്തിയെ താങ്ങാൻ എൻ്റെ വലയ്ക്ക് ശേഷി പോരാ, എൻ്റെ സങ്കല്പങ്ങൾക്ക് ശേഷി പോരാ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പവർ പോരാ. സ്വപ്നം ശക്തിപ്പെടട്ടെ, ദർശനങ്ങൾക്ക് ആഴം വരട്ടെ, കാഴ്ചപ്പാടുകൾക്ക് വില വരട്ടെ. ആ കാഴ്ചപ്പാടുകൾ ശക്തിയാക്കുന്നവർക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തി പണ്ടേ ഈ വലയും പടകും നന്നാക്കേണ്ടിയിരുന്നു. പലതും പൊട്ടിപ്പോയ അഴികളെ കൂട്ടി തിന്നേണ്ടിയിരുന്നു. കാരണം നാഥൻ ഇന്ന് വരും. അപ്രതീക്ഷിത ഘട്ടത്തിൽ നിന്റെ ഒരു അനുഗ്രഹം പ്രതീക്ഷകൾ കൈവിടാതെ പ്രാർത്ഥിക്കാൻ കരുത്തുള്ള ചിലരിന്നിവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, പൂർവ്വഗാമികൾക്ക് കിട്ടാതെ പോയതേ, പലരും പോയിട്ട് മരണം കണ്ട് പിന്തിരിഞ്ഞോടിയതേ, അലറിക്കരഞ്ഞതേ, ജലഭൂതത്തെ കണ്ട് വിറച്ച് പനി പിടിച്ച് വീട്ടിൽ കിടന്നവരുള്ള നാട്ടിലെ ഇതാ വിടുതൽ രാജാതി രാജാവായവൻ, ജയാളിയായവൻ അവിടുത്തെ വാഗ്ദത്തമയച്ച് എനിക്ക് വേണ്ടി ഒരുക്കിയ ആ വഴിയിലൂടെ ഞാനിതാ ഇറങ്ങിപ്പുറപ്പെടുന്നു. പറയുന്ന യേശുവെങ്കിൽ, ശബ്ദം അവൻ്റെതെങ്കിൽ നമുക്കും പറയാം, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നു. ആ വാക്കുകൊണ്ട് ഞാനിതാ വലയെറിയുന്നു. വലയെറിയേണ്ട താമസം ഇതാ പെരുത്ത മീൻകൂട്ടം. ഒരു ലജ്ജ തോന്നിയിട്ട് പത്രോസ് ഇങ്ങനെ പെരുത്ത മീൻകൂട്ടം കണ്ട ആളുകൾ ചാടി തുള്ളി വെള്ളം വെക്കും അല്ലേ? അങ്ങനെയാ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താ. അല്ലല്ലോയ്യ, നമ്മൾ കണ്ടിട്ടില്ലേ ചിലതരം മത്സരങ്ങൾക്ക് ഇറങ്ങുന്ന കുട്ടികളുണ്ട്, വള്ളം തുഴയുന്ന മനുഷ്യരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുണ്ട്, വോളിബോൾ കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന മനുഷ്യരുണ്ട്, പടപൊരുതി നേടിയെടുക്കുന്ന മനുഷ്യരുണ്ട്. കാണുന്ന നമുക്ക് ആവേശം, നമ്മുടെ ടീം ജയിക്കുമ്പോഴുണ്ടാകുന്നൊരാവേശം, നമ്മൾ കൈയടിച്ച് ചാടിത്തുള്ളി അങ്ങോട്ട് പ്രകീർത്തിക്കുമ്പോൾ
ആ പണിയെടുത്തവനുണ്ടല്ലോ, പടപരിചയനുണ്ടല്ലോ, അവൻ തുള്ളുന്നില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കും, കണ്ണീര് പുറത്തു വരും. അവൻ്റെ അമ്മ തുള്ളുന്നില്ല, അപ്പൻ തുള്ളുന്നില്ല. സങ്കടക്കടൽ മുഴുവൻ കണ്ണിൽ നിന്ന് പുറത്തു വരും. പരിശ്രമം മുഴുവൻ സാധ്യമാക്കി തന്ന ആ വലിയ പ്രവൃത്തിക്ക് മുമ്പ് വിനയാന്വിതരാകും. പത്രോസ് അതുപോലെ പറയാ, നാഥാ, ഞാൻ പാപിയായാലും മനുഷ്യൻ, ഞാൻ കുഴപ്പക്കാരനാ, എന്നെ വിട്ടു പോണേ, ഞാനിതൊന്നും അർഹനല്ല. ഈ ഇടയനിൽ നിന്ന്, ഈ നാടിൽ നിന്ന് പ്രാപിക്കാൻ നമ്മളാരും യോഗ്യരല്ല, എന്നെ വിട്ടു പോണേ. ഈ കരങ്ങൾ അശുദ്ധം, ഈ ജീവിതം അശുദ്ധം, നിന്നെ ഞാൻ അവിശ്വസിച്ചു. മൈലോ, ഏയ്, നീ അശുദ്ധനൊന്നുമല്ല. നിന്റെ അശുദ്ധിയെ പരിഹരിക്കാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നിന്നെ ഞാൻ കെട്ടിപ്പുണരുമ്പോൾ അപ്രത്യക്ഷമാകാത്ത ഒരു അശുദ്ധിയില്ല. ഞാൻ തൊടുമ്പോൾ സുഖപ്പെടാത്ത ഒരു രോഗവുമില്ല. ഞാൻ ചേർത്ത് നിർത്തുമ്പോൾ ശുദ്ധമാകാത്ത ഒരു പാപവുമില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ കൽപ്പിക്കുമ്പോൾ വരാത്തൊരു മഹത്വമില്ല. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? യേശുവിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? അവൻ നിൻ്റെ അശുദ്ധിയെ കഴുകും. യേശുവിൻ്റെ കൂടെ നിൽക്ക്, അവൻ വില തരും. യേശു നിനക്ക് മൂല്യം കൽപ്പിച്ചാൽ ലോകത്തിൽ ആർക്കും അത് റദ്ദ് ചെയ്യാൻ കഴിയില്ല, ആർക്കും അത് തോൽപ്പിക്കാൻ കഴിയില്ല. കർത്താവ് കൂടെ വന്ന ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതാ ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നൊരു യേശു, ഇടപെടുന്നൊരു യേശു, ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് വേണ്ടതറിഞ്ഞ് ഇടപെടുന്നൊരു യേശു, മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്ക് അത് നൽകുന്ന യേശു, ജീവിത തകർച്ച സംഭവിച്ചവർക്ക് അത് നൽകുന്ന ഒരു നല്ല ഇടയൻ. ആ നല്ല ഇടയൻ ദാവീദിന്റെ ജീവിതത്തിൽ കണ്ടു. ആ ഇടയൻ്റെ ഇടപെടൽ ധാരാളമായിട്ട് കണ്ടു. അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ ആരംഭകാലത്ത് എഴുതിയ സങ്കീർത്തനങ്ങളിലൊന്ന ഇത്. പിന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയവിശാലത. രാജാവായി കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കാറില്ല, അല്ലേ? സ്വയം ഇതൊന്നും പറയില്ല. അദ്ദേഹം പറയുന്നത്, എൻ്റെ രാജാവ് എൻ്റെ ദൈവവുമേ, അല്ലേ? നാട്ടുകാരെന്നെ രാജാവെന്ന് വിളിക്കുമ്പോൾ ദൈവമേ രാജാവ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തണേ. പിന്നെ എങ്ങനെ പരിചയപ്പെടുത്തുക? ദൈവത്തിൻ്റെ അരികിൽ നീയാണ് എൻ്റെ രാജാവ്, ഞാനിവിടെ ഉണ്ട് ഓൺ ബിഹാഫ് ഓഫ് യു, നിനക്ക് വേണ്ടി ഞാനിവിടെ ഭരിക്കുക. നീ ആടുകളെ മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടു നടക്കുക, നീ എനിക്ക് തന്നതാണ് ഈ ആടുകൾ. ഇങ്ങനെയാ. പൊതുനിയത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇതുപോലെ പറയാണ്, പിതാവേ, നീ എങ്കൽ വരമേൽപ്പിച്ച ആടുകളുണ്ടല്ലോ, ഞാനെന്ന് പിരിയുമ്പോൾ അവരൊന്നായി തീരണം. ആ സാധാരണത്തിൽ ഈ ലീഡർഷിപ്പ് പോകുമ്പോൾ അണികൾ തകരേണ്ടതാണ്, അല്ലേ? നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. നമ്മുടെ മിക്ക പ്രസ്ഥാനങ്ങളുടെയും ലീഡറൊന്ന് ചത്തു കിട്ടി നമ്മൾ ശരിയാവും. മനോജവാസം എന്താ ചിരിക്കുന്നത്? ശരിയല്ലേ ഈ പറഞ്ഞു? തല കുലുക്കാൻ പോലും ഒരു ത്രാണിയില്ല കേട്ടപ്പോൾ. വരുന്ന മാറിത്തരികയല്ല, പിന്നെന്ത് ചെയ്യണം? മരിച്ചു മാറിയാൽ ഈ സ്ഥാപനം നന്നാവും. നമുക്ക് തോന്നുന്ന ഞാനീ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം ഓടുന്നതെന്ന്. ചുമ്മാതാ. ഏലിയാവും പണ്ട് പറഞ്ഞു, ഞാനൊരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു. കർത്താവരുടെ കൊച്ചെ, ബാലിന് മുട്ടുമടക്കാത്ത ആയിരക്കണക്കിന് മനുഷ്യരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ തോന്നല നീ മാത്രമേ ഉള്ളെന്ന്. പിടിയിട്ടോ? ഞാൻ കളിയാക്കി പറഞ്ഞല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തീയ സഭയുടെ നിലനിൽപ്പ് നേതാവിൻ്റെ പവറിലല്ല, അത് കർത്താവ് തെളിയിച്ചു. രാഷ്ട്രീയത്തിലൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ഒരു 3 പാർട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പാർട്ടിയൊക്കെ കണക്കാണ്. അതിൽ നല്ല ടീ പാർട്ടിയാണ്, അല്ല ചായയിലും കിട്ടും. നമുക്ക് ഇങ്ങനെ ഒരു 3 പാർട്ടി, 3 മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട 3 പാർട്ടി കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഒരു പാർട്ടിയല്ലെന്ന്. യോ ആണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇല്ലെന്നോ? സംസ്ഥാനവും കേന്ദ്രവും ഇതെല്ലാം ഇവരെ ഈ 4, 3, 7 പേരാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നേതാവ് മരിച്ചാൽ അതങ്ങ് പൊളി. അതിനാ പുള്ളി ചെറുക്കനെ തന്നെ ദയിപ്പിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ?
പിള്ളേരെ ദയിപ്പിച്ചു പോകുന്നത് എന്തിനാ? നമ്മുടെ എല്ലാം പിരിവെടുത്ത് കോടികളുടെ ആസ്തി ഉണ്ടാക്കി പാർട്ടി ഓഫീസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെറുക്കം കൊണ്ട് കിടന്നോട്ടെന്ന്. നേരെ നിൽക്കാൻ പോലും ത്രാണിയില്ല. മരുത് കൊണ്ടുപോകാൻ കാരണം എന്താ? നേതാവ് മരിച്ചാൽ ഇതെല്ലാം തീരും. അതാ സംഭവം. ഈ ഡെമോക്രസിയെ പരിപാലിക്കുന്ന പ്രധാന കക്ഷികളുണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഈ കക്ഷികളൊക്കെ ഇങ്ങനെ എത്തിക്കണ്ണി പോലെ നിൽക്കും. ഇവരിപ്പോൾ ഇങ്ങനെ ഉറപ്പിക്കും, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. ഒന്നുമില്ല. അവർ പോയാൽ കുറേ കൂടി നന്നാവും. നമുക്ക് വോട്ട് ചെയ്യാൻ തന്നെ സുഖമുണ്ട്. 10-40 ചിഹ്നത്തിൻ്റെ അകത്ത് എവിടെ കൊണ്ട് കുത്തുന്നു. മനസ്സിലായി? ഇത് എന്തൊക്കെ ആരുടെയൊക്കെയാണെന്നൊന്നും ഒരു പിടിയില്ല. മനസ്സിലായില്ലേ? ഇത്രയും പാർട്ടിയൊന്നും വേണ്ട. അതാ സത്യം. ഇതുപോലെയാണ് നമ്മുടെ കാര്യം പറഞ്ഞു വരുന്നത്. അവരെ ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞ പൗരനായതുകൊണ്ട് അവർ പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. ആര് പിണങ്ങുന്ന വിഷയം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്, ഒരു യാഥാർത്ഥ്യം. ഇതേപോലൊരു കാര്യം ഇപ്പോൾ പറഞ്ഞേ. എന്താ? ഈ നേതാവ് മരിച്ചാൽ തീരും. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. നേതാവ് ഉള്ളപ്പോൾ ഒരു വലിയ സംഘടന. എന്തായി പറയാ? യേശു ഇതുപോലെ നോട്ടീസ് അടിക്കാത്ത, മൈക്കില്ലാത്ത, പാട്ടുകാരില്ലാത്ത യോഗത്തിൽ യേശുവിനെ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം 10,000 കണക്കിനാ. 10,000 കണക്കിന് ആള്. ഇത് കേട്ടപ്പോൾ സഹോദരങ്ങൾ ഒന്നിട്ട് പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിച്ചാൽ ഇവിടെ നിൽക്കരുത്, പുത്തിരിക്കണ്ടത്ത് പോകണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറഞ്ഞു യെരുശലേമിന് പോകണമെന്ന്. കർത്താവ് പോയില്ല. കർത്താവ് ആ വാക്കൊന്നും കേട്ട് പ്രസിദ്ധനാകാൻ വന്നതുമല്ല. ഹല്ലേലൂയ. പക്ഷെ പ്രസിദ്ധനാകാതിരുന്നോ? ഇല്ല. ഭൂമിയുടെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. സ്വന്തം പ്രസിദ്ധിക്കൊന്നും എഴുതി വച്ചില്ല. 24 മണിക്കൂറും ഭൂമിയുടെ 5 വൻകരകളിലും ഇടതടവില്ലാതെ കേൾക്കുന്ന ശബ്ദപ്രവാഹത്തിന്റെ പേര് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ കൊല്ലാൻ തന്നെ ഒരു പ്ലാൻ ഇട്ടത് യേശുവിനെ തട്ടിയാൽ ഈ സ്ഥാപനം തകരുമെന്ന് ഓർത്തുകൊണ്ടാണ്. നല്ല കാഴ്ചപ്പാടാണ്. കാരണം നേതാവിനെ കൊല്ലുക, സ്ഥാപനം തകരും. ഇതായിരുന്നു പദ്ധതി. അതിനാണ് യഹൂദ മതകോടതി അത്രയും നോക്കിയിട്ട് കൊല്ലാൻ പറയുന്നത്. പക്ഷേ യഹൂദന്മാരുടെ മതകോടതിക്ക് കൊല്ലാൻ അവകാശമില്ല, അധികാരമില്ല. അത് താഴേക്ക് വിട്ടു, അടുത്ത മുകളിലോട്ട് വിട്ടു പീലാത്തോസിന്. പീലാത്തോസാണ് റോമൻ കോടതിയാണ്. അയാൾക്ക് ഇതിൽ താല്പര്യമില്ല. മറ്റേ മതകോടതി കാരണം ദേവാലയം പൊളിച്ചു, 3 നാൾ കൊണ്ട് പണിയ, ഇതൊക്കെ പറഞ്ഞ കേസുമായിട്ട് റോമൻ കോടതി പോലുള്ള സ്ഥിതിയല്ല വെച്ചേ. പണ്ട് ചർച്ചിൽ ഒരു നിയമമുണ്ട്, സഭയുടെ സെക്രട്ടറി ആകണേ അന്യഭാഷ പറയണം. അത് കേട്ടിട്ടില്ലേ? അന്യഭാഷക്ക് അറിയാമായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. അന്യഭാഷ ഇല്ലെങ്കിൽ കമ്മിറ്റി സെക്രട്ടറി ഒന്നും ആക്കത്തില്ല. അങ്ങനെയാ. ബാലിശമാണിത്. ആരാ ഇതുണ്ടാക്കിയെന്നറിയില്ല. അത് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ ഒരു മോനുണ്ട്. അവനിവിടെ കണ്ടിപ്പോൾ കല്യാണം കഴിച്ച് താമസമുണ്ട്. കുഞ്ഞായിരിക്കുമ്പം അവൻ്റെ ഒരു കൂട്ടുകാരനടുത്തുണ്ട്. മാരിങ്ങനെ കൂടി കളിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിലെ പരിപാടിയൊക്കെ പാട്ട് പാടുന്നു, കൊട്ടുന്നു, ഡ്രമ്മടിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഭയങ്കര ബഹളം. അപ്പോൾ ഞാനിത് എന്താണെന്ന് അറിയാൻ ഇറങ്ങി ചെന്നപ്പോൾ എന്നെ അപ്പാപ്പിന്ന് രണ്ടുപേരും വിളിക്കുന്നു. ഞാൻ ചെന്തോടാ വിഷയം, നമ്മുടെ പ്രശ്നം പറ. അപ്പോൾ ഒരുത്തൻ എന്നോട് പറയാം, അപ്പാപ്പി ഇവൻ എന്നെ പാസ്റ്ററാക്കുന്നില്ലെന്ന്. കളിക്കുമ്പോഴേ എത്ര നാളാണ് വിശ്വാസിയാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മടുത്തുന്നു. ഞാൻ പറഞ്ഞത് മോശമല്ലേ എടാ, അവൻ ഇത്രയും നാൾ ഇത്ര സീനിയോറിറ്റി ഇല്ല, നീ അതിൽ ഓർത്ത് അവന് നേരം മറ്റവൻ പറയാ അത് അപ്പാപ്പി നോക്ക് അവന് പാൻറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു അത് ശരിയാ, ഈ പാൻറ്റില്ല ആരാടാ പാസ്റ്ററാക്കുന്നത്, പോടാന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞ കാര്യമൊന്നും, കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലെ കോൺസെപ്റ്റായി പറഞ്ഞിരുന്നു. എന്താ പാൻറ്റ് വേണമെന്ന് പാസ്സാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നിയമമായിരുന്നു അന്യഭാഷ. പുള്ളി പിടിച്ച് അവസാനം ഇത് കോടതി ചെന്നു. കോടതി ഇരിക്കുന്ന പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ കേട്ടോ സത്യത്തിൽ ഇതെന്തോ ഈ അന്യഭാഷ. സെക്രട്ടറി പറഞ്ഞു എനിക്കറിയത്തില്ല. അന്നേരം വക്കീൽ ചോദിച്ചു പാസ്റ്റർക്കറിയോ? അറിയാം, എന്നാ ഒന്ന് പറയാൻ കോടതിയിൽ നിന്നും. അന്നേരം പറഞ്ഞ ഞാനൊരു അന്തരീക്ഷമൊക്കെ ഇത് മതി. അതിപ്പോൾ നമുക്ക് കീബോർഡും ട്രംപറ്റും ഒക്കെ കൊണ്ടുപോയി വായിക്കാൻ നോക്കുമോ? അതൊക്കെ മതി എന്ന് പറഞ്ഞു. ഒരു 2-3 ഭാഷയൊന്ന് പറയാൻ നോക്കിയപ്പോഴത്തേക്ക് കോടതി പറഞ്ഞു ഈ ഭാഷ ഇനി എങ്ങും പറയണ്ട, നിർത്തിയേക്കാൻ പറഞ്ഞു. കേസ് തള്ളിപ്പോയി. ഇതുപോലെ പീലാത്തോസിൻ്റെ അടുത്തോട്ട് വിട്ട പുള്ളിക്കാരൻ ഇതൊന്നും വലിയ ഗൗരവമല്ല. കാരണം എന്താ, ഇയാൾ റോമാ കോടതിയാ, അതും ഗവർണറുടെ കോടതിയാ.
ഇനി അപ്പുറത്ത് രാജാവുണ്ട്. രാജാവാണെങ്കിൽ കേസ് എടുക്കാതെ താഴോട്ട് വിട്ടു. അങ്ങോട്ട് ചെന്നപ്പോൾ ഇവന്മാർ തമ്മിൽ അടിച്ചോട്ടെന്ന് വെച്ചു, താഴോട്ട് വിട്ടു. വീണ്ടും തിരിച്ച് ഗവർണറുടെ അടുത്ത്. അവിടെ പറയുന്ന ഗവർണറും രാജാവും തമ്മിൽ നല്ല അടിയായിരുന്നു അന്ന് വരെ. അന്ന് അങ്ങ് യോജിച്ചെന്നു. കണ്ടോ, അന്ന് തുടങ്ങിയ അടി ഇന്നും തീരാതെ കിടക്കുകയാണ്. രസകരമായ കാര്യം, ഈ പീലാത്തോസിനെ കുറിച്ചുള്ള ചരിത്രം, അയാൾ നല്ല മദ്യപാനിയായിരുന്നെന്നാ. ഭയങ്കര മദ്യപാനി. കണ്ടോ, അന്നത്തെ ഗവർണർമാർ മദ്യപാനി, ഇപ്പോൾ ചില ഗവർണർമാർ ഹാൻഡ്സ് വെക്കുക. അതാ വ്യത്യാസം. അക്ഷരം വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസം ഇതൊക്കെയാണ്. ഇവർ ഭയങ്കര ഉടക്ക്. യേശുവിനെ കിട്ടി, കൊല്ലണമെന്ന്. കൊല്ലും ഭീഷണിയൊക്കെ വന്നപ്പോൾ യേശു കീഴടങ്ങിയോ? ഇല്ല. എന്താ കീഴടങ്ങാത്തതെന്നറിയോ? പഠിക്കണം. ഇന്ന് അതാ പ്രധാനപ്പെട്ടൊരു വിഷയം. ഏത് പ്രതിസന്ധിയിലും കീഴടങ്ങാതിരിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരോടുണ്ട്? പ്രതിസന്ധി ഉറപ്പാട്ടോ, ഉറപ്പ് കേസാണ്. കീഴടങ്ങാതിരിക്കാൻ ഒറ്റ വഴി ഗെത്സമനെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ മുഴങ്കാലിരുന്ന് കൊള്ളണം. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്ന യേശുവിനെ കണ്ടപ്പോൾ ആളുകൾ പരിഹസിച്ചു, കളിയാക്കുക. പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടു വന്നവൻ അറസ്റ്റ് ചെയ്യാൻ വന്ന കരുത്തരായ സൈനികരെ കണ്ട് ഒരു ഭയവുമില്ലാതെ വിളിച്ചു പറയുക, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിനെ. അത് ഞാനാ. ഈ ധൈര്യം കിട്ടാൻ ഒറ്റ വഴി, ഒരുക്കപ്പെട്ട ഗത്സമനയിൽ മുഴങ്കാലിരിക്കാൻ പവറുണ്ടെങ്കിൽ ഒരു സൈന്യം പാളയമിറങ്ങിയാലും പിന്തിരിഞ്ഞോടാതെ ഭയപ്പെടാതെ നിവരെ നിർത്താൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവകൃപ നമ്മളിലെല്ലാം വ്യാപരിക്കട്ടെ. ആ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ രാജാതിരാജാവിനെ കൊല്ലുമ്പോഴുള്ള സ്ഥിതി അറിയോ? യേശുവിന് 70 ശിഷ്യന്മാരാകെ. ആ 70 തിരഞ്ഞെടുക്കപ്പെട്ടത് 12 പേർ. ആ 12 പേരിൽ ഒരു 3 പേർ പ്രധാന കാര്യക്കാർ. ഇതിൽ യോഹന്നാൻ വഴി ഒരു മനുഷ്യനും ക്രൂശിക്കപ്പെടുന്ന യേശുവിനൊപ്പം ഇല്ല. ഒരാൾ പിന്മാറിപ്പോയി. ഒരു സെലിബ്രിറ്റിയെ പോലെ ഇന്നലെ വരെ യേശുവിനെ കൊണ്ടു നടന്ന ഒറ്റ ഒരാളുമില്ല. അനുഭവമില്ലാഞ്ഞിട്ടല്ലേ? അനുഭവമുള്ള യായിറോസ് അവിടെയുണ്ട്, മകളെ രക്ഷപ്പെടുത്തിയ അനുഭവം. ചിലരൊക്കെ വിചാരം തലവേദന മാറിയതാ, പനി മാറിയതാ, വീട് കിട്ടിയതാ, കാറ് കിട്ടിയതാ, വിശ്വാസത്തെ നിലനിൽപ്പെന്ന. അല്ലല്ല, യേശുവിനെ അടുത്തറിയണം, അനുഭവിക്കണം. യേശുവിൻ്റെ ക്രൂശിനൊപ്പം നടക്കണം. ക്രൂശിക്കപ്പെട്ടവനെ ഉൾക്കൊള്ളണം. രോഗശാന്തി കിട്ടിയാലേ, കടഭാരം മാറിയാലേ, വേദന മാറിയാലേ നമുക്ക് നല്ലതാ. പക്ഷെ ക്രിസ്തുവിനൊപ്പം നിൽക്കാൻ ചങ്കുറപ്പോടെ നിന്റെ പിന്നാലെ വരുമെന്ന് പറയാൻ ആർജവമുള്ളവന്റെ മാർഗമാ ക്രിസ്തീയത. അത് പണം കിട്ടുമ്പോഴും വിടുതൽ കിട്ടുമ്പോഴും മാത്രമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ഇന്ന് സുവിശേഷ യോഗങ്ങളിൽ കൂടി ഉയർന്നു കേൾക്കുന്നേ. നമ്മുടെ കടം മാറ്റുന്ന, രോഗം മാറ്റുന്ന, പ്രയാസം മാറ്റുന്ന കഥയെ പറയൂ. അല്ലല്ല, ഇത് ക്രൂശ് കൂടി ചുമക്കേണ്ട മാർഗമാ, തോൾ വിട്ടുകൊടുക്കേണ്ട മാർഗമാ, ഈ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കേണ്ട മാർഗമാ. ആ ക്രൂശ് എടുക്കാൻ മനസ്സുള്ളവരുടെ ഒരു കാലം ഇതാ സമാഗതമായിരിക്കുന്നു. ആ ക്രൂശ് എടുക്കാൻ നീ എന്നെ ഒന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? അവരിലൂടെയാ ദൈവം വലിയ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഉപഭോക്താക്കളാകുന്ന ആളുകളുണ്ടേ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് നിന്ന് ഒരു മൈൽ, മാക്സിമം 1.5 മൈൽ അകലെയാണ് നമ്മുടെ ലാസറിൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെങ്കിലും ഇത് അറിഞ്ഞൊന്ന് വരണ്ടേ, എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാൻ. സക്കായി വരണ്ടേ, യായിറോസിൻ്റെ മകൾ വരണ്ടേ, ശതാധിപൻ വരണ്ടേ, പിറവിക്കുരുടൻ വരണ്ടേ? ഒറ്റ ഒരുത്തനില്ലാന്ന്. അപ്പം നിങ്ങൾക്ക് എന്തിനാ യേശു ഇത് തന്നേ? നമുക്ക് എന്തിനാ കർത്താവ് ഇത് തന്നേ? ഒന്ന് തിരിച്ചറിയണം. ഇതൊന്നും കിട്ടിയിട്ടില്ലാത്ത, ഇങ്ങനത്തെ അനുഭവമൊന്നും ഇല്ലാത്ത കുറേ പാവം മനുഷ്യരെ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ട്. ഇതിലാരാകാനാ നിങ്ങൾ ഇന്ന് രാത്രി വന്നേ? അവൻ എന്തെങ്കിലും അത് കൈപ്പറ്റാമെന്നോ അങ്ങേക്കാ എനിക്ക് എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചു വന്നു. എനിക്ക് നിന്നെ അനുഗമിക്കണം ഗുരു. നല്ലിടയനായി നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ നടക്കണം. നിൻ്റെ വേദനകളുടെ ഭാഗമാക്കണം. നിൻ്റെ നെഞ്ചിലേക്ക് ആളുകൾ പരിഹാസരങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് നിൻ്റെ കൂടെ ഞാനെന്ന് ലോകം വിചാരിക്കണം.
കൂടെ നിൽക്കാൻ ആരെയും കിട്ടാതെ വരുമ്പോൾ ഒരുപറ്റ സ്ത്രീകളും ഒരു യോഹന്നാനും നമുക്കിന്ന് പ്രതിജ്ഞാബദ്ധരായി ഈ യേശുവിൻ്റെ കൂടെ നിൽക്കണം, യേശുവിനൊപ്പം നിൽക്കണം. ആ വിജയഗാഥ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും. അവിടെ നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്ന മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ആസ്വദിച്ചറിയാൻ ഇവിടെക്കുന്ന എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. പക്ഷെങ്കിലേ നേതാവ് മരിച്ചു, ക്രൂശിൽ തറച്ചു, ദാരുണമായി കൊന്നു. മരിച്ചൊടുങ്ങി പ്രാണൻ നഷ്ടപ്പെട്ട ശരീരത്തിലും വിലാപ്പുറം കുത്തിത്തുളച്ചു, രക്തവും വെള്ളവും പുറപ്പെട്ടു. അപമാന ശരങ്ങളിട്ട് ഈ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ ഇതാണെൻ്റെ കാന്തനെന്ന് പറയാൻ ഹൃദയവിശാലതയുള്ളവരുടെ മാർഗമാണ് ക്രിസ്തീയത. നീട്ടണില്ല. അത്ഭുതം ചെയ്തവനെ കണ്ടേ ഇതാണ് ക്രിസ്തു എന്ന് പറയാൻ കാത്തിരിക്കുന്ന ലോകത്ത് എനിക്കൊന്ന് മാറി നടക്കണം. ഈ ക്രൂശിക്കപ്പെട്ടവനാണ് എൻ്റെ ക്രിസ്തു. അവന് കിട്ടാത്തൊരു വിലയും നിലയും എനിക്ക് ആവശ്യമില്ല. നിൻ്റെ ക്രൂശാണ് എൻ്റെ മഹത്വം. ഈ ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുന്ന ആ ജനതയെ കണ്ട് ലോകം പറഞ്ഞു, ഇവിടെ ഇത് തീരും, നിങ്ങളൊന്നും നോക്കിയാൽ ഒന്നും നടക്കില്ല, ഇവിടെ ഇത് ഒടുങ്ങും. പലയാവർത്തി പിശാച് കാതിൽ വന്ന് പറയും, നീ നോക്കിയാൽ ഒന്നും വിജയിക്കില്ല, നിനക്ക് പഠിപ്പില്ലല്ലോ, പേഴ്സ് കാലിയല്ലേ, ട്രഷറല്ലേ യൂത, അതിൽ പോയി ചത്തു, ക്യാഷ് എവിടാന്നറിയില്ല. അപ്പം ക്യാഷില്ല, ഹെഡ് ക്വാർട്ടറില്ല, സഞ്ചരിക്കാൻ വാഹനമില്ല, ആ അറിവുള്ള ഒരാളും കൂടെ ഇല്ല, നീ എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോഴൊക്കെ പറയണം, യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകയില്ല. എൻ്റെ കഴിവല്ല, അവിടുത്തെ കഴിവ്, അവിടുത്തെ കൃപ, അവിടുത്തെ ദയാവായ്പ്, ആ വാക്കിന് ഞാൻ വിലയിറക്കും. എന്താ സംഭവിച്ചെന്നറിയണ്ടേ? ഈ അനാഥത്വത്തിനേ അധികം നാളുണ്ടായില്ല, 50 ദിവസം. അപ്പോഴും യേശു ഇടയ്ക്ക് വരുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടൊരാക്കം പോരാ. ഉയർത്തെഴുന്നേറ്റവൻ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും ഒരു ആക്കം പോരാ. ആ കൂടെ കർത്താവ് ഒരു കാര്യം, അത് മാർക്കോസിന് ചിലവ് വരുന്നൊരു കാര്യമാണ് പറഞ്ഞത്. മാർക്കോസിൻ്റെ വീട്ടിലാണ് ഇവർ കൂടുന്നത്. മാർക്കോസ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ്. സാമ്പത്തികം ഉണ്ടെന്ന് മാത്രമല്ല, അത് ചിലവഴിക്കാനുള്ളൊരു മനസ്സ് വേണമല്ലേ. അങ്ങനെയാണ്. നമ്മൾ ദരിദ്രരായി മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ കൂടുതൽ ചെറുതായി പോവും. ഞാനിടയ്ക്ക് സഭയെ പ്രസംഗിച്ചു, വീണ്ടും പറഞ്ഞു, ഇപ്പോഴും പറയുകയാണ്, ഈ 2 റുപ്പിക്കൊക്കെ അരി മേടിക്കുന്ന ആ പരിപാടിയൊക്കെ നിർത്തണം. അത് തീരെ പാവങ്ങൾക്ക് വെച്ചേക്കുന്ന, ആരിപ്പാർക്ക് വെച്ചേക്കുന്നതല്ല. ഇതുപോലെ ക്യാഷുള്ള മനുഷ്യർക്ക്. മനോജാഷൊക്കെ ഭയങ്കര സമ്പന്നനാണ്, പക്ഷെ മിണ്ടുകയില്ല. ഞാൻ അടുത്തറിയുന്ന ആളാണ്. തീരെ ഇല്ലായ്മക്കാർക്ക് വെച്ചാൽ 2 രൂപയുടെ അരി അല്ലേ? കുറ്റം പറഞ്ഞല്ലെന്നേ. എന്ത് കിട്ടിയാലും മേടിച്ചുകൊണ്ട് പോരാൻ നിർത്തും, മേടിക്കില്ല. എന്താ കാര്യം? കൂടുതൽ അർഹതപ്പെട്ടവർക്കത് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു കൃപയല്ലേ? അത് ചെയ്യണം. ഇത് പറയാൻ കാരണം, വർഷങ്ങൾക്ക് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞാണ്. വികാസനെ മെമ്പർ ഒരു പണി തന്നു, എന്നെ APL ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അല്ലേലും ആ ദൈവത്തെ സ്തുതിക്കണം. കാരണം അമ്മച്ചി ദാരിദ്ര്യം മാറാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. 2-3 കാര്യം പറഞ്ഞപ്പോൾ ഈ പാവം അമ്മച്ചി പറയാ, എനിക്കിനി ഇത് മതിയെന്ന്. എന്തിനാ പറഞ്ഞേ? ആ അമ്മച്ചിയുടെ വിവേകമെങ്കിലും നമുക്കുണ്ടാകണം. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്താണെങ്കിലും മനുഷ്യൻ്റെ അടുത്താണെങ്കിലും സർക്കാരിൻ്റെ അടുത്താണെങ്കിലും ഇങ്ങോട്ട് പോരട്ടെ കിട്ടുന്നതല്ല. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മൾ സമ്പന്നരായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മൾ ജയമെടുത്തു. യൂദാ പോകുന്ന പോട്ടെ, അവനാ കാശും കൊണ്ട് പോയി, ഓരോരുത്തരേറെ വഴിക്ക് പോയി. പക്ഷെ എൻ്റെ നാഥനുണ്ടല്ലോ, എൻ്റെ കാന്തൻ, അവൻ എൻ്റെ ഇടയനാ, എനിക്ക് മുട്ടുണ്ടാകയില്ല. വിളിച്ചിറക്കിയ നാൾ മുതൽ ഇതുവരെ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തംപരമായി എന്നെ വഴി നടത്തിയ മഹാദൈവത്തിൻ്റെ തേജസ്, അത് കണ്ടുള്ള ജീവിതത്തിൽ ഇനി കുറവുണ്ടെങ്കിൽ കൂടി ഞാൻ സംതൃപ്തനാ. ചില സംതൃപ്തരല്ല, എന്തോ കിട്ടിയാലും. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ? ജീവിതത്തിൽ അവന് സംതൃപ്തിയില്ല. തോടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നം. പോസിറ്റീവ് ചിന്തകളില്ല. നെഗറ്റീവ് എനർജി അവൻ്റെ അടുത്തിരുന്നാലേ പകരും. എവിടെ പോയാലും നെഗറ്റീവ് എനർജി നമ്മിലേക്ക് വ്യാപരിക്കും. കൂടെ പോകരുത്. നമുക്ക് പ്രതീക്ഷകൾ വരട്ടെ, ഏതിൽ ഉത്സാഹം വരട്ടെ, വീര്യം വരട്ടെ. ചിലക്ക് ചെറിയൊരു രോഗം മതി,
ആ രോഗം പരിപാലിച്ച് പറയാ, അയ്യടാ ഇവിടെ ഒരു വെട്ടല്, ഒന്നുമില്ല, നിന്ന് ഇറങ്ങി നടന്നു നോക്കാം, മാറും. ഇവിടെ ഒരു പിടി, ഒന്നുമില്ലെന്നോ. ഞങ്ങളെയൊക്കെ പരിശോധിച്ചാൽ ഇല്ലാത്ത രോഗം കാണത്തില്ല. അതുപോലത്തെ ഇതാണ്. ഉറങ്ങിയിട്ട് നാളെത്രയെന്നറിയോ? വൈഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. 2 മണി 3 മണിക്കൊക്കെ വീട്ടിൽ വരുന്നത്. രാവിലെ കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വരുമ്പോൾ അടുത്ത പ്രോഗ്രാമിന് പോകാൻ തയ്യാറാകണം. അടുത്ത കാലത്ത് ദിവസം വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര സന്തോഷം. വേറൊന്നുമല്ല, ഒത്തിരി നാൾ കൂടി ഇരിക്കുകയാണ്. എന്തേ പറയാൻ കാരണം, ഞങ്ങളിതൊന്നും ഗൗനിക്കുകയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഭൗതിക പ്രശ്നങ്ങൾ, സാമ്പത്തികമല്ല കേട്ടോ, മറ്റു മനുഷ്യരുടെ പ്രശ്നങ്ങൾ, എതിരായുള്ള പോരുകൾ, വൈരികൾ അനവധി, നിയമക്കുരുക്കുകൾ, ഇതൊക്കെ കണ്ടിട്ടും എങ്ങനെ നിൽക്കുന്നറിയോ? കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനടിയിലേക്ക് അവൻ എന്നെ നയിക്കുന്നു. ഈ മാർക്കോസ് വലിയ സമ്പന്നനാ. മാർക്കോസിൻ്റെ ആണെന്നാ പറയുക. അവിടെ ഒരു ഗസവന തോട്ടമില്ലേ, പുള്ളിയുടെ സ്വന്തം. കാരണം ഈ വീടിനോട് ചേർന്ന 120 പേര് കൂടി വന്നു ആ വീട്ടിൽ. 120 പേരൊക്കെ വന്നാൽ ഇരുത്തണമെങ്കിൽ തന്നെ വലിയ വീടായിരിക്കണ്ടേ. ഭർത്താവാക്കൂടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നത്, നിങ്ങളങ്ങോട്ട് ഇല്ലുമ്പോൾ വിരിച്ചൊരുക്കി ഒരു മാളിക കാണും, ഫുഡൊക്കെ അവിടെ റെഡി, കണ്ടോ, ആവശ്യമുണ്ട് ആ വീട്ടിൽ പറയത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ബന്ധാ, ഇങ്ങനെയുള്ള വലിയ വീടാ. അതാ മാർക്കോസിൻ്റെ. ഈ കൂടെ കർത്താവ് ഇതിലും വലിയൊരു പണി കൊടുക്കുക മാർക്കോസിന്. എന്താണെന്നറിയണ്ടേ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം, മടങ്ങിപ്പോകല്ലെന്ന്. ഇരിക്കുന്ന എവിടെ? ഈ വീട്ടിൽ. ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വീട്ടിലെ ആൻറ്റി മടുത്തു പോവാ. മാർക്കോസിൻ്റെ അമ്മ 150 പേരായിരുന്നു. ഏകദേശം 120 പറഞ്ഞാൽ അതിൽ കൂടുതൽ കാണും. ഇത്രയും മനുഷ്യരെ പോറ്റി പുലർത്തണം. 1-2 ദിവസമാണോ? അതിന് മുമ്പ് സകല യോഗവും. പക്ഷേ ആ സ്ത്രീ തനിക്കുള്ളതൊക്കെ യേശുവിനെ വേർതിരിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല, ഈ വീട് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും, ഈ വീട് ഈ പുസ്തകത്തിൽ കയറിപ്പറ്റും, ഈ വീട്ടിൽ നിന്നൊരുത്തൻ യേശുവിൻ്റെ മകനായി ലോകം ആദരിക്കും, ഈ വീട്ടിൽ നിന്നൊരു സുവിശേഷം പിറവികൊള്ളും, മടങ്ങി വരെ പ്രസംഗിക്കേണ്ട മഹത്തരമായ സുവിശേഷം അതെഴുതുന്നൊരു മാർക്കോസ് യേശുവിൻ്റെ ശിഷ്യനൊന്നുമല്ല, അന്നൊരു കൊച്ചുകുട്ടിയാ. അപ്പം നിങ്ങൾ ചെയ്തത് തലമുറക്കൊരു അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കാൻ ഈ രാത്രി തയ്യാറെടുക്കണം. ദൈവത്തിന് വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. അവനൊന്നും മറന്നു കളയാൻ അനീതിയുള്ള ന്യായാധിപനല്ല. പ്രിയരെ, 10-ാം ദിവസം, അതായത് 40 ദിവസം യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു, പല ഘട്ടമായിട്ട് ഉയർത്തെഴുന്നിട്ട് കഴിഞ്ഞു. ഒരു 10 ഡേയ്സാണ് അവർ തന്നെ. യേശുവിൻ്റെ അമ്മയായ മറിയ, ഇവരെല്ലാം ഉണ്ട്. അവർ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്ന അനുഭവം. ആ അനുഭവം ഇങ്ങോട്ട് വരികയും ആത്മാവിൽ അവർ നിറയുകയും 2 വിധ പ്രതികരണങ്ങളോടെ നാട് ഇരമ്പിക്കയറിഞ്ഞു വന്നു. ചിലർ പറഞ്ഞോ, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. ചിലർ പറഞ്ഞോ, ഇവർ മദ്യപിച്ചു മതോന്മത്തരായിരിക്കുന്നു. അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയാ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത്. അതാ സഭാചരിത്രത്തിലെ ആദ്യ പ്രസംഗം. അതൊരു ഖണ്ഡന പ്രസംഗമായിരുന്നു. അത് രക്ഷ, സ്നാനം, ആത്മനിറവ് എല്ലാം സ്ഥിരീകരിച്ചുറപ്പിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ പ്രസംഗിച്ച് ശക്തിപ്പെട്ടു വരുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ അതിനും ശേഷവും പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. ഈ ധൈര്യം എങ്ങനെ കിട്ടിയേ? ഒരു പെങ്കൊച്ചിൻ്റെ മുമ്പിൽ തള്ളി പറഞ്ഞ അവൻ യേശുവിനെ. ഒരു വലിയ ജനാവലി കൂടിയെടുത്തേ. ആ പഴയ പിന്മാറ്റക്കാരൻ്റെ രീതിയും ഭാവവും മാറിയതേ. എന്താ കാര്യം? കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് ആവസിച്ചപ്പോൾ സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ആ ഇടയന്റെ ദൗത്യം ഏറ്റെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, പഴയ നിയമത്തിൽ പിതാവ് ഇടയനായി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ പുത്രൻ ഇടയനാണെന്ന് കൽപ്പിച്ചപ്പോൾ
സകല സത്യത്തിലും വഴി നടത്തി ശാസിച്ച് ശിക്ഷിച്ചു നടത്തേണ്ട ഒരു കാര്യസ്ഥൻ ഞാൻ പോയ ശേഷം നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുമെന്ന് അരുളിയ ആ ത്രിയേക ദൈവത്തിൻ്റെ ഇടയനെന്ന സാന്നിധ്യം നമ്മുടെ കൂടെ ഇന്ന് രാത്രിയുണ്ട്. ആത്മനടത്തിപ്പിൽ മുമ്പോട്ട് പോവാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ, ദേശത്തിന് കഴിയട്ടെ. ഈ ആത്മനടത്തിപ്പോടെ, ഈ കൃപയോടെ, ഈ ബലത്തോടെ ദൈവത്തിന് ഇവിടെ നിൽക്കാൻ സന്മനസ്സുള്ള ചിലർക്കായി ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഒരുമ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വേദനാജനകമായ ജീവൽ പ്രതിസന്ധികളിൽ ഈ നല്ല ഇടയൻ്റെ സാന്നിധ്യം ഒന്ന് അടുത്ത് കണ്ടട്ടെ. കാരണം ഈ ഇടയൻ നല്ല ഇടയനായതെങ്ങനെ? അവിടുന്ന് ഒരു ഇടയനെ നോക്കുന്ന എപ്പോഴും ദുർബലരായ ആട്ടിൻകുട്ടത്തെയാണ്. കാലൊടിഞ്ഞ, കൈയൊടിഞ്ഞ, സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, കണ്ണറിയാത്ത ആ ആടിനെയാണ് ഇടയൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്താ കാരണം? അതിന് അപകടം പറ്റും, അത് കൂടുതൽ അപകടത്തിൽപ്പെടും. ഇടയൻ അവയെ താങ്ങിയെടുക്കും, ഒപ്പം കൊണ്ടു കിടക്കും, തീറ്റ ഒടിച്ചിട്ട് കൊടുക്കും, ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കൊണ്ടു കൊടുക്കും. ആട്ടെ, ഈ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും ദുർബലൻ നിങ്ങളെന്ന് തോന്നുന്നോ? കയ്യിലൊരു പണമില്ലാത്തവർ നിങ്ങളെന്ന് തോന്നുന്നോ? ഒരു പ്രാപ്തിയില്ലാത്ത ആൾ ഞാനാന്ന് തോന്നുന്നോ? ഈ നാഥൻ ഇങ്ങനെ താങ്ങിയെടുക്കും, കൂടെ വരും, ഒപ്പം നിൽക്കും. ഒപ്പം നിൽക്കുന്ന ആ നല്ലിടകിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഈ വചനം കേട്ടേവർക്കും അത്യുന്നതൻ കൃപ നൽകട്ടെ. കണ്ണുകളടച്ചട്ടെ, പ്രാർത്ഥനയ്ക്കൊരുങ്ങ. വെറുതെ പ്രാർത്ഥിക്കല്ല. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആ ഇടയ സാന്നിധ്യം ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലായി ഇന്ന് രാത്രി പരിവർത്തനാത്മകമാകട്ടെ. കടഭാരം കൊണ്ട് വീർപ്പുമുട്ടുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇടയൻ കൈവിടില്ലട്ടാ. രോഗമാണോ വിഷയം? ഇടയൻ കൈവിടില്ല. പറഞ്ഞറിയിക്കാനാവാത്ത വേദനയാണോ? ഇടയൻ കൈവിടില്ല. മക്കളെക്കുറിച്ചുള്ള ആകുലതയാണോ? ഇടയൻ കൈവിടില്ല. മദ്യം തകർത്തെറിഞ്ഞ ജീവൽ പ്രശ്നങ്ങളുടെ ആദിയും വ്യാധിയുമാണോ വിഷയം? ഇടയൻ കൈവിടില്ല. വ്യവഹാര കോടതികളിൽ കയറിയിറങ്ങി നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥയാണോ? ഇടയൻ കൈവിടില്ല. നീതിയുള്ള ന്യായാധിപതി നമുക്കായി ജീവിക്കുന്നു. ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോഴും നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ ആശ്വാസം എത്ര പേർക്ക് വേണം? ഇടയനെ എത്ര പേർക്ക് വേണം? ഒന്ന് പറയാ. അങ്ങനെ വിടുവിച്ചു, ഞാനതെല്ലാം കൈപ്പറ്റുന്നു. പക്ഷേ നിന്റെ ക്രൂശോട് ചേർന്ന് എനിക്ക് നിൽക്കണം. നിന്റെ ക്രൂശിനെ ത്യജിക്കില്ല. ആരൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയില്ല. ഒരുപക്ഷെ വീട്ടിൽ അവസാന കണ്ണി ഞാനായിരിക്കാം. അങ്ങനെ തള്ളൂല. അങ്ങയോടുള്ള ഹൃദയാന്തർഭാഗത്ത് എൻ്റെ ആ താല്പര്യം വിട്ടുപോവില്ല നാഥ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോഴും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നീയാണ് എൻ്റെ ഇടയൻ. എനിക്ക് നിന്നോടാണ് സ്നേഹം. നീയാണ് എൻ്റെ സകലതും. എന്നെ എന്നറിയണമേ, എന്നെ ഒന്ന് കരുതണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. എനിക്കൊരാനന്ദം, എൻ്റെ ഉള്ളിലൊരു സുഖം, എൻ്റെ കുടുംബത്ത് ഒരു ദൈവിക വിടുതൽ. ആർക്കാവശ്യമുണ്ട്? ആ ദൈവസാന്നിധ്യം ആവശ്യമുള്ളവർ മാത്രം ഒരു വേള കരമുയർത്തിയാട്ടെ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാ. വചനം കേട്ട് കുട്ടികൾ കരമുയർത്തുന്നു, പിതാക്കന്മാർ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു, മാതാക്കൾ കരമുയർത്തുന്നു. താഴ്ത്തിട. കരമുയർത്തവർക്ക് വേണ്ടി ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. പുതുതായി ആരുണ്ട്? കരങ്ങളെ താഴ്ത്തിയിടാൻ പുതുതായി ആരുണ്ട്? അവർ കരമുയർത്തിയാട്ടെ. എന്നെ വന്നാൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശു കൂടെ ഇരിക്കട്ടെ. ആ ക്രിസ്തു സാന്നിധ്യത്തെ നമുക്ക് ഏറ്റെടുത്ത് ആ മുറിപ്പാടിൽ നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ച് ധാരധാരയായി ഇട്ടിരിക്കുന്ന ആ രക്തത്തിൽ എൻ്റെ അതിക്രമങ്ങളുടെ മോചനമുണ്ടെന്ന തിരിച്ചറിവില്ല നമുക്ക് ഈ നാഥനെ അനുഗമിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥനയോടെ ദിവസം നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മസമർപ്പണം ചെയ്ത് ഈ അങ്ങയുടെ മക്കളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം തൊട്ട് ഈ മക്കളോടുകൂടെ നിന്റെ കൃപ ഇരിക്കണം. രോഗികൾ, അശരണർ, ആകുലപ്പെടുന്നവർ,
മക്കളെ ചൊല്ലി വിലപിക്കുന്നവർ, ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർ, അയൽ ദോഷങ്ങളിൽ വരപ്പെടുന്നവർ, നിയമക്കുരുക്കളിൽ അകപ്പെട്ടവർ, ഈ വേദനകളുടെ നടുവിൽ നല്ലിടയൻ സ്വച്ഛശീതളമായ തടാകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കണം, പരിരക്ഷിക്കണം, സഹായിക്കണം. നല്ല അനുഗ്രഹങ്ങൾ എത്തുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥനയുടേതിനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇപ്പോഴൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആ കേട്ടതായ വചനങ്ങളുടെ മുൻപാകെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനിടയായല്ലോ. വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ വലിയ ഇടയനെ സ്തുതിച്ചുകൊണ്ട് ആ വലിയ ഇടയനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം.